Ladies and gentlemen, as you can see here in the screen, നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. Be ready, do not blink an eye, because this is going to be once in a lifetime moment for all of us as we are here welcoming the star, the mega star, നമ്മുടെ സ്വന്തം മമ്മൂക്ക. മികച്ച കൈയടി നൽകി തന്നെ നമുക്ക് ഏവർക്കും നമ്മുടെ എല്ലാ സ്നേഹവും സന്തോഷവും ആരാധനയും അറിയിച്ച് മമ്മൂക്കയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഐ തിങ്ക് ഒരു ചെറിയ സർപ്രൈസ് എലമെന്റ് കൂടിയാണ് നമ്മൾ ഈ ഒരു നിമിഷം കാണുന്നത്. We are joined by the actresses of the film. So ladies and gentlemen, this is going to be a very, very thrilling moment for all of us. നല്ല കൈയടി നൽകി തന്നെ നമുക്ക് ഏവർക്കും നമ്മൾ ഏറ്റവും അധികം ആരാധനയോടെ കാത്തിരിക്കുന്ന താരങ്ങളെ ഹാളിലേക്ക് സ്വാഗതം ചെയ്യാം. As we are all ready to start the pre-release teaser launch event of the film. ഈ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു ഇത്രയും നേരവും. ഇവന്റ് നമ്മൾ ആരംഭിച്ചപ്പോൾ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു ട്രാക്ക് കേട്ട് വളരെ കാമായി നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. And now lifting up the energy, bringing fire and vibrance to the whole. Ladies and gentlemen, we are joined by our king and also നമുക്കൊരു ചെറിയ സർപ്രൈസ്, ചെറിയൊരു ഹിന്റ് നൽകിക്കൊണ്ട് നമ്മളോടൊപ്പം ബ്യൂട്ടിഫുൾ ആക്ടേഴ്സും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഏവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹോൾ ഹാർട്ടഡ്ലി വെൽക്കമിങ് all of you to the event. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ഗ്രാൻഡ് എൻട്രിയുടെ പിറകിലുള്ള സീക്രറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഇത് കണ്ട് നമുക്ക് ഉയരുന്ന ക്വസ്റ്റ്യൻ മാർക്സിന്റെ ഉത്തരം എന്താണ് എന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാനായി സാധിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഏവരോടും ദയവായി കസേരകളിലേക്ക് കടന്നിരിക്കുവാനായി അഭ്യർത്ഥിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കളോട് ദയവായി ഇരുവശങ്ങളിലേക്ക് നീങ്ങി നിൽക്കുവാനായി ഏറ്റവും വിനീതമായി തന്നെ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇവന്റ് ആരംഭിക്കേണ്ടതുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ ദയവായി രണ്ട് സൈഡിലേക്ക് നീങ്ങി നിൽക്കുവാനായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വി ആർ ഓൾ റെഡി ടു സ്റ്റാർട്ട് ആ ഇവന്റ്. നിങ്ങൾ സെറ്റിൽ ആയതിനു ശേഷം നമ്മൾ ഇവന്റ് ആരംഭിക്കുന്നതാണ്. ദയവായി രണ്ട് സൈഡിലേക്ക് നീങ്ങി നിൽക്കുവാനായി ഏറ്റവും വിനീതമായി തന്നെ അഭ്യർത്ഥിക്കുന്നു. Requesting everyone to kindly settle down and seeking all your kind attention. So ladies and gentlemen, the venom beneath can't be suppressed forever. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും ഈ ഒരു ടാഗ് ലൈൻ്റെ പിറകിലാണ്. മിസ്റ്ററി അൺഫോൾഡ് ചെയ്യുന്ന തിരക്കിലാണ്, മിസ്റ്ററി അൺഫോൾഡ് ചെയ്യുന്നതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. അതൊരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കാത്തിരിപ്പാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലേ. ആക്ച്വലി സ്പീക്കിംഗ്, ഈ കാത്തിരിപ്പ് ആരംഭിക്കുന്നത് 2025 ഫെബ്രുവരി 16 സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് മുന്നിലേക്ക് എത്തിയ ദിവസം. മലയാള സിനിമയുടെ താര രാജാവിൻ്റെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വേഷം, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഭാവം, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് കണ്ട് നമ്മളെല്ലാവരും ഒരുപാട് ത്രിൽഡായി. പക്ഷെ കഥ മാറിയത് ഇതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് മുന്നിലേക്ക് എത്തിയപ്പോഴാണ്. ആരാണ് നായകൻ, ആരാണ് വില്ലൻ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. പോസ്റ്ററിൽ നമുക്ക് കാണാം ദ വെനം ബിനീത്. ഒരാളുടെ ഉള്ളിലുള്ള പോയ്സൺ അധികം നാള് സപ്രസ് ചെയ്തിരിക്കത്തില്ല, അതൊരു ദിവസം പുറത്തു വരും എന്ന് പ്രൊമോഷണൽ വീഡിയോസിലും നമ്മൾ കേട്ടു. ആൻഡ് ഓൾസോ ദെയർ വാസ് ദ ട്രെയിലർ. ശക്തമായ രണ്ട് കഥാപാത്രങ്ങളുടെ അവിസ്മരണീയമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുവാനായി പോകുന്നത് എന്നൊരു ധാരണയും ആ ട്രെയിലറിലൂടെ നമുക്ക് ലഭിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് രോമാഞ്ചം നൽകിക്കൊണ്ട് ഒരു സിലുവറ്റ്, ഒരു നിഴലിലൂടെയാണ് ട്രെയിലർ അവസാനിച്ചത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഫൈനലി
we are getting really, really, really close to unfold that mystery. നമ്മുടെ കാത്തിരിപ്പിന് ഒരു വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ ആങ്സൈറ്റി, എക്സൈറ്റ്മെന്റ് ഇതിനെല്ലാം ഒരു ചെറിയ റിലാക്സേഷൻ ഇന്ന് ലഭിക്കാനായി പോവുകയാണ്. Let me take the privilege and wholeheartedly welcoming each and every one of you to the pre-release teaser launch event of the film Kalangaval. A hearty welcome everybody. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിനായി നമ്മളെല്ലാവരും ഒരുപാട് നാളുകളായി കാത്തിരിക്കുകയാണ്. മലയാളി പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു റിലീസ് തന്നെയാണ്. അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് വാക്കുകളാലേ പറയേണ്ട കാര്യമില്ല. ഐ ക്യാൻ ജസ്റ്റ് സ്ട്രെയിറ്റ് അവേ പോയിന്റ് ടു ദ വാല്യുബിൾ പ്രസൻസ് ഓഫ് ദ ലെജൻഡ്സ് ഫ്രം ദ മലയാളം സിനിമ ഓവർ ഹിയർ. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലയാള സിനിമയിലെ ലെജൻഡ്സിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പറയാം, ഈ ഒരു മൊമെന്റിന്റെ, ഈ ഒരു സിനിമയുടെ റിലീസ് നമ്മൾ എത്രത്തോളം കാത്തിരിക്കുന്നു, അതിന്റെ സിഗ്നിഫിക്കൻസ്, വാല്യൂ എത്രത്തോളം വലുതാണ് എന്നുള്ളത്. സോ ലൈക്ക് ഐ സെഡ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഫൈനലി നമ്മുടെ കാത്തിരിപ്പിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഡിസംബർ 5 സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. ഇന്ന് ഡിസംബർ 1. ഇനി ഏകദേശം 4 ദിവസം കൂടി മാത്രം നമുക്ക് കാത്തിരുന്നാലും മതി തിയേറ്ററിൽ നടന വിസ്മയം കണ്ട് കൂരി ധരിക്കുന്നതിനായി. സോ വൺസ് അഗൈൻ വെൽക്കമിംഗ് ഓൾ ദ ലവ്ലി മെമ്പേഴ്സ്, ദ സ്റ്റാർസ്, ദ ലെജൻഡ്സ് ഓഫ് മലയാളം സിനിമ ഹു ഹാവ് മാർക്ഡ് ദ വാല്യുബിൾ പ്രസൻസ് ഹിയർ ഫോർ ദ ടീസർ ലോഞ്ച് ഓഫ് കളങ്കാവൽ. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. മാധ്യമ സുഹൃത്തുക്കളെയും ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം എവറിബഡി വൺസ് അഗൈൻ. യെസ്, അപ്പൊ ഇനി യാതൊരു ഇൻട്രൊഡക്ഷനും അല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പ് നൽകാതെ സ്ട്രെയിറ്റ് അവേ നമ്മൾ കാത്തിരിക്കുന്ന ഇവന്റിലേക്ക് കടക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. ആൻഡ് ഹൗ ആർ വി ബിഗിനിങ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രോമാഞ്ചം നൽകിയൊരു ട്രെയിലർ ഉണ്ട്. ട്രെയിലർ അവസാനിച്ചതൊരു ഷാഡോയിലാണ്. ദാറ്റ് വാസ് ജസ്റ്റ് എ ഷാഡോ ആൻഡ് ദാറ്റ് വാസ് മോർ ദാൻ ഇനഫ് ഫോർ അസ് ടു വെയിറ്റ് ഫോർ ദിസ് ഫിലിം. അപ്പോൾ ആ ഒരു ഗൂസ് ബംസ് ഒന്നുകൂടെ ലഭിച്ച് നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. വി ആർ നൗ ഗോയിങ് ടു പ്ലേ ദ ട്രെയിലർ ഹിയർ ഓൺ ദ സ്ക്രീൻ. അത് എത്ര വട്ടം യൂട്യൂബിൽ നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ടു എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് വിൽ ബി ഹാവിംഗ് എ ഡിഫിക്കൽട്ട് ടൈം ടു ആൻസർ. സോ ദിസ് ടൈം we are going to watch the trailer here in the presence of the cast and crew of Kalangaval. So ladies and gentlemen, all eyes on the screen. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം എന്ന ഗ്രാമം സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒരിക്കൽ കൂടി ട്രെയിലർ കണ്ട് നമ്മൾ വീണ്ടും ആ ഒരു ഗൂസ് ബംസ് ഫീൽ ചെയ്തിരിക്കുകയാണ്. ഇത്തവണ കാണുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ട്. കാരണം ഇനി അധികം ദിവസം നമുക്കിത് തിയേറ്ററിൽ കാണാനായിട്ട് കാത്തിരിക്കേണ്ടതില്ലല്ലോ എന്നുള്ളൊരു ഫാക്ടറിൽ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കളങ്കാവൽ ഇസ് ഡയറക്റ്റഡ് ബൈ ശ്രീ ജിതൻ കെ ജോസ്. അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്. അതോടൊപ്പം മമ്മൂട്ടി കമ്പനിയുടെ 7ാമത് പ്രോജക്റ്റ് ആണ്. നമുക്കറിയാം, ഒരു ഡെഫിനിറ്റീവ് കൊമേഴ്ഷ്യൽ സക്സസ് പ്രഡിക്റ്റ് ചെയ്യുന്ന സിനിമകളല്ല മമ്മൂട്ടി കമ്പനി ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ 7th project. And the writers of the film are Sri Jidan K. Jose and Sri Jishnu Sri Kumar. Yes. And there are a lot of other talented actors, a lot of other people who are a part of this film. Adinte koodal details eventually kadakkumbol nammal ariyunnadana. And now, having watched the trailer, having grabbed all the goosebumps and energy, it is time to welcome the very first person on stage to mark a meaningful beginning for our event. തീർച്ചയായിട്ടും കളങ്കാവൽ സിനിമ നമുക്ക് സമ്മാനിച്ച ഡയറക്ടർ സാറിനെ തന്നെ ആദ്യമേ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. Please join me in welcoming with a big round of applause the director of Kalangaval, Sri Jitan K. Jose. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കാരണം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിലാണ് എത്തി നിൽക്കുന്നത്. ആൻഡ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, തുടക്കക്കാരിലെ ഫയർ തിരിച്ചറിയുന്ന മമ്മൂക്ക മാജിക്. അപ്പോൾ അത് ഒരിക്കൽ കൂടെ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാണ്. 5-ാം തീയതി സിനിമ റിലീസിനോട് അടുക്കുകയാണ്. ആൻഡ് യെസ്, ലൈക്ക് ഐ സെഡ്, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണല്ലേ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് കളങ്കാവൽ. ഈ ഒരു മൊമെന്റിൽ എന്താണ് സാറിന് പറയാനുള്ളത്? എല്ലാവർക്കും ഇവിടെ നമ്മുടെ സിനിമ റിലീസിനോട് അടുത്ത് നിൽക്കുകയാണ്.
അപ്പം ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആണ് മമ്മൂക്ക വെച്ച് ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതൊരു എനിക്കും കുറേ കാലമായിട്ട് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അതൊരു റിയാലിറ്റി ആയിട്ട് മാറി. അതിന് സാറിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി. പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഇതുവരെ ചെയ്തു വരുന്നിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും കുറച്ച് മാറിയുള്ള ഒരു ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാനായിട്ട് നിർവാഹമില്ല. എന്നാലും ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സിനും അപ്പം അത് മമ്മൂട്ടി കമ്പനി തന്നെ അത് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കും. അതിനൊക്കെയുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അതേപോലെ വിനായകൻ ചേട്ടനും നമുക്ക് ഇത് അദ്ദേഹത്തെയും ഇതുപോലെ അപ്രോച്ച് ചെയ്തപ്പം തന്നെ അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് തയ്യാറായി വന്നു. അദ്ദേഹം ഇത് മുന്നേ ചെയ്ത് ശീലിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയമെൻഷനിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു സ്വഭാവവും അതിൻ്റെ ഒരു ജോണറൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ട്രെയിലറും ടീസറിലും അതുപോലെ മറ്റ് വീഡിയോ ഔട്ട്പുട്ട്സിലും പോസ്റ്റേഴ്സിലും കൂടെയൊക്കെ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ സിനിമയെ പറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ കളം കാവൽ എന്ന് പറഞ്ഞ ഒരു കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ വേർഡ് മീനിങ്. അതിനപ്പുറത്ത് ഭദ്രകാളി ദേവി ദാരികൻ എന്ന് പറഞ്ഞ അസുരനെ അന്വേഷിച്ച് പോയ ഒരു പുരാണത്തിലെ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു റിച്വലാണ്. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഒരു സ്പിരിച്വലി ഒരു സംഭവം നമ്മുടെ പടവുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഈ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് പുതിയൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പോൾ എല്ലാവരും തുടർന്നും പിന്തുണകൾ നൽകുകയും സിനിമ പോയി കണ്ട് പറ്റുന്ന പോലെ പിന്തുണകൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആബ്സല്യൂട്ട്ലി, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് കളങ്കാവൽ, എന്താണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ വാട്ട് ആർ വി ഗോയിങ് ടു എക്സ്പീരിയൻസ് ഓൺ തിയേറ്റർ, ആ ഒരു ചോദ്യം ഉള്ളിൽ കയറിയിട്ട് കുറേ അധികം നാളുകളായി. ഫൈനലി December 5th നമ്മളത് കാണാനായിട്ട് പോവാണ്. കളങ്കാവൽ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ജിഷ്ണു ശ്രീകുമാറാണ് ആ ഒരു ടൈറ്റിൽ നമുക്ക് തന്നത്. സോ നൗ വേദിയിലേക്ക് എൻ്റെ കൂടെ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആളാണ് ജിഷ്ണു. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് അത് എഴുതിയത്. ജിഷ്ണുവിനെ കൂടെ ഓൾറെഡി ജിതിൻ ചേട്ടൻ പറഞ്ഞു ഇതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണെന്ന്. അതുപോലെ തന്നെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു മൊമെന്റിൽ ആയിരിക്കും ജിഷ്ണു ചേട്ടനും. ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെയും ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ്. ആൻഡ് യെസ്, let's give a big round of applause, ladies and gentlemen. Two people who have put the sweat and blood to the film. Finally അതിന്റെ റിലീസിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് എക്സൈറ്റ്മെന്റ് ആണ്, ഹാപ്പിനെസ് ആണ്. പക്ഷേ എന്താണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗ ആർ യു ഫീലിംഗ്? ശരിക്കും മമ്മൂക്കയുടെയും മലയാള സിനിമയിലെ അധികാരമായ ആൾക്കാരുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ടെൻഷനാണ്. സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിലൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം സാധിച്ചു. അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തു. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ വിനായകൻ ചേട്ടൻ അതിലൊരു നല്ല റോള് തന്നെ ചെയ്യുകയും ചെയ്തു. ഒപ്പം കളങ്കാവൽ എന്ന വാക്ക് കിട്ടുന്നതിനെ പറ്റി ജിതിൻ പറഞ്ഞു. അപ്പോൾ ഇത് തെക്കൻ തിരുവിതാംകൂറിലെ ഒരു റിച്വലാണ്. അത് തിരുവനന്തപുരം സൈഡിലുള്ളവർക്ക് കൃത്യമായി അത് മനസ്സിലാവും. ആചാരവുമായി ബന്ധപ്പെട്ട് അത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമ്മുടെ പടവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വാക്ക് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലും December 5 പടം റിലീസാവുകയാണ്. ഒരുപാട് നാളത്തെ ഒരു ട്രാവൽ ഉണ്ടായിരുന്നു ഈ പടത്തിൽ. അതിന് എൻ്റെ കൂടെ നിന്ന എൻ്റെ ഫാമിലിക്കും, പ്രത്യേകിച്ച് എൻ്റെ വൈഫും അമ്മയും അച്ഛനും, പിന്നെ സ്വപ്നം ഒരുമിച്ച് നമ്മൾ കണ്ടതാണ് ബിടെക് തൊട്ട്. അപ്പോൾ അന്ന് തൊട്ട് സിനിമയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതിപ്പം സാധിച്ചിരിക്കുകയാണ്. പിന്നെ ജോഷി സാറിൻ്റെയും CP മലയിൽ സാറിൻ്റെയും സിനിമ കണ്ടാണ് നമ്മളും വളർന്നത്. അവരുടെ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഒപ്പം ഈ സിനിമ സംഭവിക്കാൻ കൂടെ നിന്ന നമ്മുടെ DOP, ചീഫ് അസോസിയേറ്റ് എഡിറ്റർ മുജീബ്, അപ്പോൾ മ്യൂസിക് ഡയറക്ടർ, അപ്പോൾ ഇവരെല്ലാവരും ഞാൻ ഓർക്കുന്നു. ഒപ്പം ഒരു വണ്ടർഫുൾ ആർട്ടിസ്റ്റ്, എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എന്തായാലും ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതെല്ലാം സ്പോയിലർ ആയി പോകും. നമ്മൾ ഒരുപാട് പേരെ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് ഇത്രയും പേരെ ഒരുമിച്ച് റിവീൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു പലർക്കും ഇതിനകത്ത് അഭിനയിച്ചിരുന്ന കാര്യം പറയാൻ പോലും പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് തോന്നും. ബട്ട്
ഇപ്പം ഇത്രയും പേര് ഒരുമിച്ച് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്നതിനും അതുപോലെ സിനിമയുടെ ഭാഗമായതിനും നന്ദി പറയുന്നുണ്ട്. ത്രില്ലർ സ്വഭാവമുള്ള സിനിമയുടെ ടീസർ ലോഞ്ചും വളരെയധികം ത്രില്ലിംഗ് ആണ്. ഒരു സർപ്രൈസ് മൊമെന്റിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സോഷ്യൽ മീഡിയയിൽ ഒരു കോൺടെസ്റ്റും റൺ ആവുന്നുണ്ട്, ഗെസ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ഹീറോയിൻസ് ഇൻ ദ ഫിലിം. അപ്പൊ അതിന്റെ ഒരു ഉത്തരം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്നെ നോക്കിയാൽ മതിയല്ലേ എത്ര പേരുണ്ടാകും എന്നുള്ളത്. എണ്ണി നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. യു കൻ ട്രൈ. Alright, let's see. ഒരു കോൺടെസ്റ്റ് വിൻ ചെയ്തത് ആരായിരിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം. സോ താങ്ക് യു സോ മച്ച്. ആസ് ഐ വാസ് സെയിങ്, ഇനി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് സ്പോയിലർ ആകും. സിനിമയ്ക്കുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടത്. എന്താണ് കളങ്കാവൽ, എങ്ങനെയാണ് നമ്മൾ ഞെട്ടിത്തരിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ആ ഒരു ത്രിൽ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് there is no other way but to stop asking you the questions. All the very best. ജിതിൻ സാറിനോട് പറഞ്ഞതുപോലെ താങ്ക് യു ആണ് പറയാനുള്ളത്. ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചതിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിൽ നമ്മൾ മമ്മൂക്കനെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഐ ഡോണ്ട് നോ ഹൂ ഇസ് ദ വില്ലൻ ആൻഡ് ഹൂ ഇസ് ദ ഹീറോ, ബട്ട് സ്റ്റിൽ നമ്മുടെ അസംഷൻസ് വെച്ചിട്ട് അത്രത്തോളം ആന്റിസിപ്പേഷനിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സോ ഓൺ ബിഹാഫ് ഓഫ് എവറി മലയാളി ഓഡിയൻസ്, താങ്ക് യു സോ മച്ച്. Once again, let's have a big round of applause, ladies and gentlemen, to celebrate these two young people who just dreamt only about cinema and now living the dream moment. So yes, like I said, സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പോകെ അറിയുന്നതാണ്. പക്ഷേ ഒരു ത്രില്ലർ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ we are taking a slight pause and we are bringing a bit of magic of music. And പാട്ട് എന്ന് പറയുമ്പോൾ when I look at the audience, മലയാളികൾ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന സിംഗേഴ്സ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ഫസ്റ്റ്ലി ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് the very talented singer ശ്രീരാഗ്. ശ്രീരാഗ്, where are you? Yes, he is there. ശ്രീരാഗ് കളങ്കാവൽ സിനിമയിൽ 3 പാട്ടുകളോളം പാടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സ്പോട്ടിഫൈയിൽ കേട്ട് റിപ്പീറ്റഡ്ലി ലൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ഐ തിങ്ക് ശ്രീരാഗ് ഇപ്പോൾ ആ പാട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും പാടിത്തരാനായിട്ട് പോകുന്നത് അല്ലേ. ഓൾറെഡി ശ്രീരാഗിന്റെ വോയിസിന് ഒരു വലിയ ഫാൻ ബേസ് തന്നെയുണ്ട്. അപ്പം ഇനി ഇത് അങ്ങ് ഡബിൾ ട്രിപ്പിൾ 10 ടൈംസ് ഒക്കെ വർദ്ധിക്കാനായിട്ട് പോവാണല്ലേ. ആയിരിക്കും അതെ. ഹൗ ആർ യു ഫീലിംഗ്? ഒരുപാട് സന്തോഷം. ആദ്യം ഭയങ്കര എന്താ അറിയില്ല, ഭയങ്കര പേടി. നമുക്ക് കുറേ സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഇങ്ങനെ മുജിബുക്ക വിളിച്ചു, വിനായക് ചേട്ടനാണ് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു, പാടി. പിന്നെ വരാതിരിക്കും നമുക്കറിയാലോ. അപ്പോൾ പെട്ടെന്ന് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. മമ്മൂട്ടി കമ്പനി, മുജിബുക്ക, വിനായക് ചേട്ടൻ, എല്ലാവർക്കും, ഡയറക്ടർ ജിതിൻ ചേട്ടൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വളരെ സിമ്പിളായിട്ടാണ് ഇതുവരെയുള്ള ജേർണി പറഞ്ഞത്. പക്ഷെ അതിന്റെ പിറകിലുള്ള ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ. ആളുടെ സ്റ്റൈൽ ഇതാണ്, നമുക്കറിയാം. അല്ല, 3 പാട്ടുണ്ട് അതിൽ. എനിക്ക് തോന്നുന്നു നീ മലരുകൾ പാട്ടാണ് നമ്മൾ എല്ലാവരും ഈ ഒരു മൊമെന്റിൽ കേൾക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ശ്രീരാഗനും അത് തന്നെയാണോ ആഗ്രഹം? അത് തന്നെ പാടണം എന്നാണോ? എനിക്ക് ഡ്യുവറ്റ് പാടണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇപ്പൊ ഞാൻ മാത്രം നിൽക്കുന്നതുകൊണ്ട് അത് പാടും. So maybe ഇനി ഞാനിവിടെ അധികം നിന്ന് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. ഹീസ് ജസ്റ്റ് entertaining you all of us. Ready? Yeah, ready. So everyone, നല്ലൊരു കൈഡി to Srirag and we are going to listen to his song. വെറുതെ പാടാലേ മുജിബുക്ക? താങ്ക് യു സോ മച്ച് ശ്രീരാഗ്. എനിക്ക് തോന്നുന്നു പാട്ട് പാടി നമ്മളെ എന്റർടൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആളുടെ സംസാരത്തിലും നമ്മൾ എൻജോയ് ചെയ്ത് എന്റർടൈൻഡ് ആയല്ലേ. സോ യെസ്, പാട്ട് കേട്ട് ഇനിയും കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഡോണ്ട് വറി, ഹിൽ ബി കമ്മിങ് അഗൈൻ ഓൺ സ്റ്റേജ് ആൻഡ് ട്രീറ്റിംഗ് us with his soulful singing. And now ശ്രീരാഗിന്റെ പാട്ട് കേട്ട് ഈ ഒരു ട്രാക്ക് എൻജോയ് ചെയ്തിരിക്കുന്ന ഈ ഒരു റൈറ്റ് മൊമെന്റിൽ തന്നെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ത്രില്ലർ സ്വഭാവമുള്ള സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഇമോഷൻസ് സ്ട്രെയിറ്റ് ടു ദ ഹാർട്ട് എത്തുന്നത് പാട്ടിലൂടെ തന്നെയായിരിക്കും. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണെന്ന് പറയുമ്പോൾ വി ക്യാൻ ഇമാജിൻ ദി ഇമ്പാക്ട് ഓഫ് മ്യൂസിക് ദാറ്റ് ക്യാൻ ഡു ടു ദ ഫിലിം. ഓൾറെഡി റിലീസായ പാട്ടുകളിൽ നിന്നെല്ലാം നമ്മൾ 100% ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ലേഡീസ് ആൻഡ് gentlemen, it is time to appreciate and welcome the music director, Shri Mujib Majid, on the floor with a big round of applause.
കൺഗ്രാറ്റുലേഷൻസ് ആദ്യമേ പറയട്ടെ. എക്കോ മൂവി സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ യെറ്റ് അനദർ ഫിലിം, മേ ബി ഗോൾഡൻ ഫെദർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. യെസ്, ഓൾറെഡി ഒരു പാട്ട് കേട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഐ ക്യാൻ ഇമാജിൻ യുവർ ഇമോഷൻസ് റണ്ണിങ് ഇൻ ദ മൈൻഡ്. സോ ഒരു പാട്ട് ലൈവായിട്ട് കേട്ട് ഇപ്പോൾ സ്റ്റേജിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയാം. എൻ്റെ കരിയറിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ മമ്മൂക്കാടെ ഒരു പടം ചെയ്യാൻ പറ്റിയതിൽ ആൻഡ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടീം. ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് എൻ്റെ ടീം ഇവിടെ ഉണ്ട്, അവരുടെ ഒരു എഫേർട്ടും കൂടെ ഈ പടത്തിൽ ഭയങ്കരമായിട്ടുണ്ട്. ശ്രീരാഗ്, സിന്ധു ചേച്ചി, ഹരിത, വിനായക്, ഇവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അഞ്ജിത്തിൻ ഫോർ ദ ഭയങ്കര ക്ഷമ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. And I have a question to you that ഒരുപാട് പാട്ടുകളുണ്ട്, നമ്മളെല്ലാം ഒന്നിനൊന്ന് ഇങ്ങനെ ഈക്വലി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ട്രാക്ക്, ഇഫ് യു ക്യാൻ ആൻസർ ദാറ്റ്? നില കായും എന്നുള്ള ട്രാക്കാണ് എൻ്റെ ഫേവറേറ്റ്. യെസ്, ഐ തിങ്ക് നമ്മൾ ഇന്ന് അതും കേൾക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്കുണ്ട്. അതിന് കൂടെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തൊരു ഗംഭീര എൻട്രി റെഡ് ബാക്ക് എന്ന സോങ് കേട്ടിട്ടാണ്. ആ പാട്ട് പാടിയിരിക്കുന്നത് ആരാണെന്ന് അറിയോ? എനിക്കറിയാം. മേ ബി I'll take the privilege to reveal that. മറ്റാരുമല്ല, നമ്മുടെ മമ്മൂക്കയുടെ മകളുടെ മകനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്, അദ്യാൻ സയീദ്. യെസ്, അത് മ്യൂസിക് ചെയ്ത ജിതിനാണ്. ലിറിക്സും മ്യൂസിക്കും ചെയ്തേക്കുന്ന ജിതിൻ തന്നെയാണ്. ഓൾ റൈറ്റ്, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന എലമെന്റ്സ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെല്ലാവരും രോമാഞ്ചം to its zenith. Yes. Okay, thank you so much. So once again, ladies and gentlemen, we should give a big round of applause to congratulate the talent that we have. Maybe Mujib sir, I have a request. Sir, ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ടീമിന്റെ കാര്യം. സോ ഐ എം സീക്കിംഗ് യുവർ പ്രസൻസ് വൺസ് അഗൈൻ ഓൺ സ്റ്റേജ്, ബിക്കോസ് ആ ഒരു ടീമിലെ ആളുകളെ തന്നെയാണ് അടുത്തതായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. യു ഹവ് ഓൾറെഡി മെൻഷൻ ദ നെയിം, സോ ഷാൽ ഐ അനൗൺസ് വിത്ത് യുവർ പെർമിഷൻ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ശ്രീ വിനായക് ശശികുമാർ ആൻഡ് ഹരിത ഹരിബാബു. Surprisingly, there is a huge ground support for them as well. Yes, you can applaud, you can whistle. നല്ല കൈഡി നൽകി തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Lyricists Sri Vinayak Shashikumar and Harita Haribabu. Yes, പ്രൗഡ് മൊമെന്റ് ആയിരിക്കും അല്ലേ? മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, നമ്മളെല്ലാവരും ഒരുപാട് ഒരുപാട് സ്വപ്നം കാണുന്ന ധന്യമായിട്ടുള്ളൊരു ഓഡിയൻസിനെ തന്നെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ആൻഡ് വി ആർ ഈഗർലി വെയിറ്റിംഗ് ടു ലിസൺ ടു യുവർ വേർഡ്സ്. എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്കയുടെ സിനിമ ചെയ്യാന്നുള്ളത് സിനിമയിലേക്ക് വരുമ്പോൾ തന്നെയുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ഒരു ഭാഗ്യം കൊണ്ട് ഒരു 7-8 സിനിമകളിൽ ഇപ്പോൾ മമ്മൂക്കയുടെ ഭാഗമാകാൻ കഴിഞ്ഞു, മമ്മൂട്ടി കമ്പനിയുടെയും. അപ്പോൾ ഈ സിനിമയിൽ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കുറച്ച് വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു 4-5 തമിഴ് പാട്ടുകൾ എഴുതുക എന്നുള്ളതായിരുന്നു ഈ സിനിമയിലെ കർത്തവ്യം. അപ്പോൾ അത് ഞങ്ങൾ തരക്കേടില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ സിനിമയിൽ നിന്ന് റിലീസായിരിക്കുന്ന കോണ്ടന്റിൽ ഒന്ന് നേരത്തെ നമ്മൾ കണ്ട ട്രെയിലറും പിന്നീട് പാട്ടുകളുമാണ്. പാട്ടുകളെല്ലാം റിലീസായിട്ടുണ്ട്. നിലാക്കായും ലിറിക് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള അഭിപ്രായങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. സിനിമ കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു. ഹരിതയ്ക്ക് കൊടുക്കുക. ഹരിത ഇതിനകത്ത് മന്നനെ എന്ന് പറഞ്ഞ ട്രാക്ക് എഴുതിയിരിക്കുന്ന ഹരിതയാണ്. അപ്പോൾ ഹരിത, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ. മമ്മൂക്കനെ നേരിട്ട് കാണുന്നത് സ്വന്തം വർക്കിലൂടെ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മുജീബ് എന്നെ വിളിച്ചിട്ട് പാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ തമിഴ് പാട്ട് എഴുതുമോ ഹരിതാന്ന് ചോദിച്ചു. ഞാൻ എഴുതാം മുജീബിൻ്റെ കൂടെ 3ാമത്തെ വർക്കാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൽ തമിഴാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ചെയ്യുന്ന സമയത്ത്. ആദ്യം കളങ്കാവൽ മൂവിയിൽ ഒരു സോങ് ഉണ്ട് തമിഴാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. മമ്മൂക്കയുടെ കാര്യം പിന്നെ ഞാൻ അറിയുമ്പോഴാണ് ഇത് അയ്യോ വലിയൊരു മൂവിയാണ്, ഇതിൽ എങ്ങനെ നമ്മൾ എഴുതുക അങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ എത്ര സോങ്സിൻ്റെ ഒന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞു ഒരു തമിഴ് സോങ് ഉണ്ട് അത് എഴുതൂ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. അപ്പം വിനായകാണ് ബാക്കി 5 പാട്ട് അല്ലേ 5 പാട്ട് എഴുതിയേക്കുന്നത്. ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതിൽ മമ്മൂക്കയുടെ ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ടു മുജീബ് മജീദ്, താങ്ക് യു ജിതിൻ, മമ്മൂട്ടി കമ്പനി, എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങളിലൂടെ
ഇത്രയും പേര് കേൾക്കുന്നു എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും 5-ാം തീയതി മൂവി ഒന്ന് കാണുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. You thanked everyone. I think we should thank you. നമുക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുന്നതിൽ ലിറിക്സും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ അത് അത്രയും ഹെവൻലി ആയിട്ട് നമുക്ക് കിട്ടുന്നെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ടാലൻറ്റ്. സോ ഓൺ ബിഹാഫ് ഓഫ് മലയാളി ഓഡിയൻസ്, താങ്കിങ് യു as well. Thanks a lot. Yes, definitely. I think എന്നാലാണ് ഈ ഒരു മൊമെന്റ് കംപ്ലീറ്റ് ആവാന്നല്ലേ. എൻ്റെ ടീം പ്രോഗ്രാമേഴ്സ് ഇവിടെ ഉണ്ട്. ഗിച്ചു, അലൻ, ഗൗതം, നെവിൻ. Come on everyone. മുജിബ് സർ സംസാരിച്ച് തുടങ്ങിയത് തന്നെ ടീം മെമ്പേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ്, ഒരു ടീം വർക്ക് എടുത്ത് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന്റെ പിറകിലുള്ള ആളുകളാണ് ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കൈഡി തന്നെ നൽകി തന്നെ അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എവ്രിവൺ. ഒരാളും കൂടെ ഉണ്ട്, പുള്ളി ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണ്, കിരൺ. സോ ദിസ് ഇസ് മൈ ടീം. And shall we have a big round of applause as this is the team for the thrilling music that we are hearing from Kalangaval. എല്ലാവരും വിറയ്ക്കുന്നുണ്ട് തോന്നണല്ലേ, ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ വിറയ്ക്കുന്നുണ്ട്. യെസ്, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. ആൻഡ് വി ആർ ഈഗർലി വെയിറ്റിംഗ് ടു സീ യുവർ ഹാർഡ് വർക്ക് ഇൻ ദ ഫിലിം Kalangaval. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. So now, ladies and gentlemen, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മുജീബ് സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഫേവറേറ്റ് ട്രാക്ക് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഹി സെഡ് എ സോങ്, റൈറ്റ്? അപ്പോൾ ഇനി ആ ഒരു ഹൈപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ ആ പാട്ട് കേട്ട് നമ്മുടെ ഇവന്റ് നമുക്ക് തുടരാം. വി ആർ ഗോയിങ് ടു ലിസൺ ടു ദ സോങ് നിലാകായും. ആൻഡ് ഈ പാട്ട് നമുക്ക് ഇപ്പോൾ പാടി തരുന്നത് ദി ഒറിജിനൽ സിംഗർ ഹെർസെൽഫ്. ഇറ്റ്സ് ടൈം ഫോർ മീ ടു വെൽക്കം ഓൺ സ്റ്റേജ് ശ്രീമതി സിന്ധു ഡെൽസൺ. With a loud round of applause, let's welcome Ms. Sindhu Delson. Hi ma'am. സോ പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നതിന് ഓൾറെഡി നമുക്കൊരു ഹൈപ്പ് കിട്ടി. മ്യൂസിക് ഡയറക്ടറിന്റെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ട്രാക്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. മാം റെഡി അല്ലേ? യെസ്, ഓക്കെ, ലെറ്റ്സ് ലിസൺ ടു ദ സോങ് എവറിബഡി. Thank you so much, ma'am. Thanks a lot.
അപ്പോൾ ഈ പാട്ട് കേട്ടാണ് നമ്മളിനി തിയേറ്ററിൽ രോമാഞ്ചം കൊള്ളാനായിട്ട് പോകുന്നത്. ദാറ്റ് വാസ് മിസ് സിന്ധു ഡെൽസൺ എവറിബഡി. And now, ladies and gentlemen, the time has come for all of us to make a swift transition to the much awaited teaser launch of Kalangaval. നേരത്തെ പറഞ്ഞതുപോലെ ഇത്രത്തോളം സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഇവന്റിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം ദ പ്രസൻസ് ഓഫ് ദ ലെജൻഡ്സ് ഫ്രം ദ മലയാളം സിനിമ. അവരുടെ സാന്നിധ്യത്തിലാണ് ടീസർ നമ്മൾ ലോഞ്ച് ചെയ്യുവാനായി പോകുന്നത്. ഹോൾ ഹാർട്ടഡ്ലി വെൽക്കമിങ് ശ്രീ ജോഷി സർ ഓൺ സ്റ്റേജ്. മലയാള സിനിമയിൽ നമുക്ക് ഏറ്റവും അധികം ബ്ലോക്ക് ബസ്റ്റേഴ്സ് സമ്മാനിച്ചിട്ടുള്ള ഡയറക്ടറാണ്. ഓഡിയൻസിന്റെ പൾസ് അറിയുന്ന ഡയറക്ടറാണ്. വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ജോഷി സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇറ്റ്സ് മൈ ആബ്സല്യൂട്ട് പ്ലഷർ ടു വെൽക്കം ശ്രീ സിബി മലയിൽ സർ ടു കൈൻഡ്ലി ജോയിൻ us on stage. One man who have redefines the aesthetic quality of Malayalam cinema. നല്ലൊരു കൈഡി നൽകി തന്നെ ശ്രീ സിബി മലയിൽ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And now I am going to invite yet another prominent name in our industry. നിറഞ്ഞ കൈഡി നൽകി തന്നെ ശ്രീ സിയാദ് കോക്കർ സാറിനെയും വേദിയിലേക്ക് ഈ നിമിഷം സ്വാഗതം ചെയ്യുകയാണ്. And also ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി ശ്രീ ജോയ് തോമസ് സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And yes, now ladies and gentlemen, we are heading on to the teaser launch of Kalangaval. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയിലെ ലെജൻഡ്സ് അവരുടെ സാന്നിധ്യത്തിലാണ് കളങ്കാവൽ സിനിമയുടെ ടീസർ നമ്മൾ ലോഞ്ച് ചെയ്യുവാനായി പോകുന്നത്. റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു ടു കൈൻഡ്ലി സ്റ്റെപ്പ് നിയർ ദ ബസർ. ഒരു ബസർ അമർത്തിയാണ് നമ്മൾ ടീസർ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുമിച്ച് ടീസറിൽ അമർത്തി ബസറിൽ അമർത്തി ടീസർ നമുക്കായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ജോഷി സർ, സിബി സർ, സിയാദ് കോക്കർ, ജോയ് തോമസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. Ladies and gentlemen, this is the moment. The stage is set. വീണ്ടും ആരാണ് നായകൻ, ആരാണ് വില്ലൻ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ബഹുമാനപൂർവ്വം തന്നെ നമ്മുടെ ഈ മലയാള സിനിമയിലെ ലെജൻഡ്സ് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ കളങ്കാവൽ എന്ന് പറയുന്ന പേര് റിവീലായപ്പോൾ തൊട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ ഓരോന്നായിട്ട് റിവീൽ ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ആ ക്യൂരിയോസിറ്റി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ വന്നപ്പോൾ ഇത്രയും ഹീറോയിൻസിനെ ഒന്നിച്ച് കാണുക, ഇവിടെ റിവീൽഡാകുന്ന ഓരോ ട്രെയിലർ, ടീസർ എല്ലാം ഈ മമ്മൂട്ടി കമ്പനിയുടെ ഇതിനു മുമ്പത്തെ 6 പടങ്ങളുടെയും ആ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ എന്താണ് നമ്മളെ അമ്പരപ്പിക്കുന്ന സിനിമകൾ, കഥാപാത്രങ്ങളെല്ലാം
അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷമായിട്ട് നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു കോമ്പിനേഷൻ വിനായകൻ കൂടി വരുമ്പോൾ അത് നമുക്കൊരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതെന്താണെന്നുള്ള ക്യൂരിയോസിറ്റി വീണ്ടും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെയിറ്റിംഗ് ടു വാച്ച് ദിസ് മൂവി. ഇത് നമ്മളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമയായി മാറും എന്നുള്ള വിശ്വാസമുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടീം കളങ്കാവൽ. വളരെയധികം സന്തോഷം സർ, ഇവിടെ എത്തിച്ചേർന്ന് കളങ്കാവൽ സിനിമയുടെ പ്രീ റിലീസ് ടീസർ നമുക്കായി ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ നന്ദി അറിയിക്കുന്നു. ആൻഡ് ഫ്രം ഹിസ് വേർഡ്സ് വി ഗോട്ട് ടു നോ ദാറ്റ് ഹി ഈസ് ഓൾസോ ഈഗർലി വെയിറ്റിംഗ് ടു വാച്ച് ദ ഫിലിം ഓൺ ദ സ്ക്രീൻ. ആൻഡ് നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലുക്കിംഗ് ഡൗൺ നമ്മുടെ ഫ്രണ്ട് റോയിലേക്ക് നോക്കുമ്പോൾ മലയാള സിനിമയിൽ നമ്മൾ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നിരവധി പേരാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. അവർ ഓരോരുത്തരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു ശ്രീ രഞ്ജിത്ത് സർ, അദ്ദേഹത്തിനോടൊപ്പം ശ്രീ അമൽ നീരദ്, ശ്രീ അൻവർ റഷീദ്, ശ്രീ മണിയൻ പിള്ള രാജു സർ, ഇവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു മൊമെന്റിൽ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാതെ, രണ്ട് വാക്ക് കേൾക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നല്ലൊരു കൈഡി നൽകി തന്നെ നമുക്ക് ഇവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ രഞ്ജിത്ത് സർ, ശ്രീ അമൽ നീരജ് സർ, ശ്രീ അൻവർ റഷീദ്, ശ്രീ മണിയൻ പിള്ള രാജു സർ, ശ്രീ കുഞ്ചൻ സർ, നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് കാത്തിരിക്കുന്ന ആളാണ് ശ്രീ കുഞ്ചൻ സർ. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ആർക്ക് മൈക്കിപ്പോൾ കൈമാറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ് എനിക്കുള്ളത്. ടു ഹൂം ഷുഡ് ഐ ഹാൻഡ് ഓവർ ദ മൈക്ക്? എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു ഈവനിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 45 വർഷമായിട്ട് അടുത്ത സുഹൃത്താണ് ശ്രീ മമ്മൂട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങളും പേഴ്സണലായാലും കുടുംബപരമായും ഞാൻ നിങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങിന് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് കിട്ടിയ പൈസയിൽ കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച പടങ്ങളെല്ലാം ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ ഞായറാഴ്ചയ്ക്ക് മുമ്പ് കണ്ടിരിക്കും. ഞാൻ രാത്രി വിളിച്ച് അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ എന്ത് വന്നാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഏതോ ഒരു പാട്ട് കേട്ടിട്ട്, സിനിമയുടെ പേര് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞു ഇതെന്തോന്ന് മോശമായിരിക്കുന്ന പാട്ട്, ഒട്ടും ശരിയായില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പറഞ്ഞ മറുപടി, എടാ നീ ഇപ്പോഴും ആ 75-80 വയലാർ ദേവരാജ മാസ്റ്റർ പാട്ട് കിടക്കുകയാണ്. ഈ പുതിയ പിള്ളേർ പുതിയ തല പുതിയ ഐറ്റം ഇറങ്ങുമ്പോൾ അവരെ കൂടെ നിൽക്കണോടാ, അവരെ കണ്ട് പഠിയടാ എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതോടെ ഞാൻ പരിപാടി നിർത്തി. ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇതിൽ പങ്കെടുത്ത മ്യൂസിക്കിൻ്റെ ആൾക്കാരെല്ലാവരും ആ തുടിക്കുന്ന യൗവനം, ആ യൂത്തിൻ്റെ, അപ്പം ഞാൻ അടുത്തിരുന്ന് പറയുകയും ചെയ്തു, കണ്ടാലറിയാം എല്ലാം വലിയ തലകൾ തന്നെ കേട്ടോ. ഇവരെയൊക്കെ കണ്ടുപിടിച്ച് ഇറക്കിയില്ലേ പുതിയ മോഡലുകളൊക്കെ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമയെക്കുറിച്ച് വളരെ, എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പോൾ ആ പ്രതീക്ഷ 100% ഉണ്ടായിരിക്കും. അല്ല, പണ്ടൊരു സംഭവം പറയും, എന്തെങ്കിലും കാണാതെ പട്ടരി വെള്ളത്തിൽ ചാടില്ല എന്ന് പറയുന്ന വരി. ഇതിനകത്ത് എന്തോ സംഭവമുണ്ട് കേട്ടോ, എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഇവരെ ആരും പറയുന്നില്ല. അത് നമ്മൾ എന്തായാലും 4-ാം തീയതി തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ പടത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഇതൊരു അതിഗംഭീര ഹിറ്റാവണം. ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും സ്വീകരിക്കുകയാണ്. അപ്പോൾ അത് വലിയ സന്തോഷമുണ്ട്. പിന്നെ വിനായകൻ, അദ്ദേഹത്തിന് എൻ്റെ ചോട്ടാ മുംബൈയിൽ അതാ നിൽക്കുന്നത് അൻവർ റഷീദ്. സംസാരിക്കണോ? അത് വേണ്ടല്ലേ. അപ്പം അന്ന് തൊട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കാണാറുണ്ട്. നല്ല ആക്ടറാണ്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. സൂപ്പർ ഹിറ്റാണ്. എൻ്റെ ഉറ്റ സുഹൃത്താണ്. പാടണ്ട, വല്ലതും പറഞ്ഞാൽ മതി. പ്രിയമുള്ളവർ, ഞാൻ പറയാനുദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മിസ്റ്റർ മണിയമ്പിള്ള രാജു പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഞാനും ഈ പടത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട്. അതെൻ്റെ ദൈവഭാഗ്യം എന്ന് വേണം പറയാം. ഒരു നല്ല പടത്തിൽ അഭിനയിക്കുക ഇടവേളയ്ക്ക് ശേഷം കിട്ടിയ ഒരു ചാൻസാണ്. ഞാനും മുഖം കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർ,
മലയാള സിനിമയിലെ പുതിയ തലമുറ, അത് എത്ര കണ്ട് ശരിയാണ് ആ പ്രയോഗം എനിക്കറിയില്ല, എന്നാലും പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അവർ ദൃശ്യഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അതിൽ ഏറിയ ചിത്രങ്ങളും. ആ ഗണത്തിലേക്ക് ഒരു പുതിയ സിനിമ കൂടെ വരുന്നു. ഒരു പുതിയ സംവിധായകൻ, പുതിയ എഴുത്തുകാരൻ. എല്ലാവർക്കും വിജയാശംസകൾ. ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കിയെന്ന് ഒരാൾ ധരിക്കുമ്പോഴും പണം മുടക്കാൻ ഒരു ബാനർ, ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഉണ്ടായാൽ മാത്രമേ ആ യാത്ര ലക്ഷ്യം കാണുകയുള്ളൂ. അവിടെ ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വാസം നൽകുന്ന ഒന്ന് അതിൻ്റെ പിന്നിൽ മമ്മൂട്ടി കമ്പനിയാണെന്നുള്ളതാണ്. നമ്മൾ ഈ കണ്ട സിനിമകളിലൂടെ ഇപ്പം ഈ പ്രദർശിപ്പിച്ച മുൻകാല സിനിമകളിൽ ഓരോന്നിലും മലയാളി ഓരോ രീതിയിൽ അതിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വീകരിച്ചതാണ്. ഇതും ആ ഗണത്തിൽപ്പെടട്ടെ. ഈ കമ്പനി ഇവിടെ നിലനിൽക്കുക തന്നെ വേണം. കൂടുതൽ അർത്ഥവത്തായ സിനിമകൾക്ക് പിറവിക്ക് കാരണമായി മമ്മൂക്കയുടെ കമ്പനി ഉണ്ടാവട്ടെ. നന്ദി. All the best, team Kalangaval. Thank you. All my very best. Thank you. യെസ്, താങ്ക് യു സോ മച്ച് സർ. നമ്മുടെ ഒരു സെലിബ്രേറ്ററി മോഡിലേക്ക് കൊണ്ടുപോയാണ് ഓരോരുത്തരും സംസാരിച്ചത്. ആൻഡ് വി ഹാവ് ഈവൻ മോർ സ്പെഷ്യൽ പേഴ്സൺ സിറ്റിംഗ് ഓവർ ദെയർ. മണിയൻപിള്ള രാജു സർ യുവത്വത്തിന്റെ പവർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ചിരിച്ചുകൊണ്ടിരുന്ന ബേസിൽ എന്റെ വേദിയിലേക്ക് ഞാനിപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഓൾസോ ലെറ്റ് മീ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം മിസ്റ്റർ നിസാം ബഷീർ. അസീസി കയ്യും ദാ അവിടെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഒരു ചിരി സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആൻഡ് ഓൾസോ ഇൻവൈറ്റിംഗ് മിസ്റ്റർ മിഥുൻ മാനുവൽ തോമസ് ഓൺ സ്റ്റേജ്. Also wholeheartedly welcoming Khalid Rahman. So please. ഓക്കെ, മൈക്ക് കിട്ടുന്നതിന് മുന്നേ സംസാരിച്ച് തുടങ്ങി. പക്ഷേ ഐ തിങ്ക് രഞ്ജിത്ത് സാർ കൂടെ സ്റ്റേജിലേക്ക് എത്തിയാൽ ഐ തിങ്ക് ദിസ് മൊമെന്റ് വിൽ ബി കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിച്ച കാര്യം ഇനി മൈക്കിലൂടെ സംസാരിക്കാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇവിടെയും മൈക്ക് ആദ്യം മാർക്ക് കൊടുക്കണം. എന്താ പറഞ്ഞതെന്നാണോ പറയണ്ടേ? റഹ്മാൻ വന്നിട്ട് പറഞ്ഞത് പെട്ട് വിളിക്കുമെന്ന് വിചാരിച്ചല്ല, അതാ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എല്ലാവരും ഇതിനെക്കുറിച്ച്, കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അതിൻ്റെ ഓരോ പ്രൊമോസും ഇതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും അങ്ങനെ, ഇപ്പോൾ രാജുചേട്ടൻ പറഞ്ഞ പോലെ ഒന്നും അങ്ങോട്ട് പുറത്തു പറയുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ എക്സൈറ്റഡ് ആണ്. 5-ാം തീയതി തിയേറ്ററിൽ വന്ന് കാണാൻ തന്നെ എക്സൈറ്റഡ് ആണ്. ഒപ്പം മമ്മൂക്ക ഇതുപോലത്തെ ഒരു റോൾ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചതും, അത് മമ്മൂട്ടി കമ്പനി എന്ന പറയുന്ന കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാവർക്കും അതൊരു ഭയങ്കര മോട്ടിവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഒപ്പം വിനായകൻ ചേട്ടൻ, അദ്ദേഹവും ഒരു വ്യത്യസ്തമായിട്ടുള്ള റോള് ഈ സിനിമയിൽ ചെയ്യുന്നു. അതിലും എക്സൈറ്റഡ് ആണ്. പിന്നെ പുതിയ ഒരു ഡയറക്ടർ കൂടി മലയാള സിനിമയ്ക്ക് വരുന്നു, ജിതിൻ, പുതിയൊരു റൈറ്റർ. ഒപ്പം മുജീബിൻ്റെ മ്യൂസിക്കും മറ്റൊരുപാട് നായികമാരും ഒരുപാട് നല്ല ക്രൂവും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം മമ്മൂക്ക മികച്ച അഭിനേതാവാണ്, അല്ലെങ്കിൽ മികച്ച ഇതാണ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മലയാളികൾ അംഗീകരിച്ചൊരു കാര്യമാണ്. ഏറ്റവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മികച്ച നിർമ്മാതാവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നല്ല നല്ല സിനിമകൾ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക, ഒരു മികച്ച നിർമ്മാതാവാണെന്ന് ആത്മാർത്ഥമായി പറയുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാടൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട മമ്മൂക്കയുടെ പടം, പ്രിയപ്പെട്ട വിനായകൻ ചേട്ടൻ്റെ പടം,
ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാരുടെ പടം, മമ്മൂട്ടി കമ്പനിയുടെ പടം എല്ലാം കൊണ്ടും പ്രിയപ്പെട്ടതാവുന്നു കളങ്കാവൽ. അപ്പോൾ 5-ാം തീയതി ഒരു ഗംഭീര വിജയമാവട്ടെ ഈ ചിത്രം എന്ന് ആശംസിക്കുന്നു. All the best. Thank you. മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു ചിത്രം ഓക്കെ പറയില്ല. നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് അതിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേസ് ഉള്ള സിനിമകളും സ്ക്രിപ്റ്റും മാത്രമേ മമ്മൂട്ടി കമ്പനിയിലേക്ക് എടുക്കൂ എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇതിലും അങ്ങനത്തെ ടേക്ക് അവേസും കൂടുതൽ കലാകാരന്മാർക്കും ഓഡിയൻസിനും ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. താങ്ക് യു മമ്മൂട്ടി കമ്പനി, ഈ കുടുംബത്തിലേക്ക്, ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും ഇതിൻ്റെ ഭാഗമാക്കിയതിലും. ഇതുപോലെ ഒരുപാട് ആളുകളും ഈ മമ്മൂട്ടി കമ്പനിയിലേക്ക് കുടുംബത്തിൻ്റെ ഭാഗമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ആശംസകൾ. കളങ്കാവൽ ടീം. എല്ലാവർക്കും നമസ്കാരം. ഈ പടത്തിൽ ഒരു സീൻ ചെയ്യാനൊരു ഭാഗ്യം കിട്ടി എനിക്ക്. യഥാർത്ഥത്തിൽ എന്താണ് കഥയെന്ന് എനിക്കറിയത്തില്ല. 5-ാം തീയതി ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടീസറും ട്രെയിലറും ഇതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. കഥ അറിയാതെ 5-ാം തീയതി കണ്ട് ഈ പടം വൻ വിജയമാകട്ടെ എന്ന്. മാത്രമല്ല പ്രിയപ്പെട്ട കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി. മമ്മൂക്ക, ജോർജ് സാർ, മണിപ്പട സാർ, ബായിരിക്കുന്ന എല്ലാവർക്കും, സിബി സാർ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പോവാനായിട്ട് കാത്തിരിക്കുകയായിരുന്നല്ലേ, കഴിഞ്ഞല്ലേ പോട്ടെ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. സോ മലയാള സിനിമയിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ്, അവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എല്ലാവരും റിപ്പീറ്റഡ്ലി പറയുന്ന കാര്യം, സിനിമയിൽ എന്തോ ഉണ്ട്, അതെന്താണെന്ന് അറിയാൻ അവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു എന്നുള്ളത്. സോ മൂവിങ് ഓൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി ഞാൻ ശ്രീരാഗിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മുടെ ഒരു എൻവയൺമെന്റ് ഒന്നുകൂടെ കൂൾ ചെയ്യുന്നതിനായിട്ട് ശ്രീരാഗിന്റെ പാട്ട് കേട്ടാണ് നമ്മൾ ഇനി നമ്മുടെ സെലിബ്രേഷൻസ് ഓർ ത്രില്ലിംഗ് മൊമെന്റ് റെസ്യൂം ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രീരാഗ്, കം ഓൺ. ഓൾറെഡി ഒരു വട്ടം സ്റ്റേജിൽ വന്ന് പാടി, പക്ഷെ ഇപ്പൊ വിളിച്ചപ്പോഴും ആൾക്കൊരു കൺഫ്യൂഷൻ, എന്നെ തന്നെയാണോ ഞാൻ തന്നെയാണോ സ്റ്റേജിലേക്ക് വരേണ്ടത് എന്നുള്ളത്. സോ ഇത്തവണ എനിക്ക് തോന്നുന്നു ശ്രീരാഗിന് ഇഷ്ടമുള്ള പാട്ട് പാടാന്നല്ലേ. ഐ ഡോണ്ട് നോ, ഐ എം ജസ്റ്റ് ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു യു. ആൻഡ് അതിന് ചേച്ചിയും കൂടെ ചേട്ടാ ട്രാക്കുണ്ടോ? താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും ഒരു പാട്ട് കേട്ട് നമ്മളിങ്ങനെ കൂളായിരിക്കുകയാണ്. ആൻഡ് നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദിസ് ഇസ് ദ മൊമെന്റ്. ഇതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും ഒരു ഹെവൻലി ഫീലിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. പുതിയ കഥകൾ, പുതിയ സംവിധായകർ, പരീക്ഷണങ്ങൾ, ഇവ മൂന്നും യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പേരുണ്ട്. മറ്റേതൊരു നടനും അനുകരിക്കാൻ കഴിയാത്ത രീതിയിൽ വേഷഭാവ പകർച്ച കൊണ്ട്, ശബ്ദം കൊണ്ട്, ഭാഷാ ശൈലി കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാനായി സാധിക്കും. സിനിമയെ അത്രത്തോളം ഭ്രാന്തമായി സ്നേഹിക്കുന്ന, അഭിനയത്തെ അത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്ന, സിനിമയിലുള്ളവർക്കും സിനിമയിലല്ലാത്ത ഏതൊരു വ്യക്തിക്കും പാഠപുസ്തകമായി കാണാവുന്ന നമ്മുടെ സ്വന്തം വല്യേട്ടൻ, നമ്മുടെ സ്വന്തം മൂത്തോൻ ഈ കാലത്ത്, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ലോക സിനിമയിൽ തന്നെ ആ നടന് ഒരേ ഒരു പേരാണുള്ളത്, ഒരൊറ്റ പേരാണുള്ളത്. And the name is Mammootka. Ladies and gentlemen, scream your lungs out as we welcome our star, the mega star, നമ്മുടെ സ്വന്തം മമ്മൂക്കയെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ, ബഹുമാനത്തോടു കൂടി തന്നെ, ആരാധനയോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. The man
the phenomenon, our very own Mammuka. മമ്മൂക്കയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, മമ്മൂക്കയെ ഒരു വട്ടമെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ റിപ്രസെന്റ് ചെയ്താണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരു നാളിൽ മമ്മൂക്കനെ സ്റ്റേജിൽ വെൽക്കം ചെയ്യും, മമ്മൂക്കയുടെ അടുത്ത് സംസാരിക്കും എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ മനസ്സിലൊരു 100 ആവർത്തി ജീവിച്ചു കഴിഞ്ഞ മൊമെന്റ് ആണ്. ഓരോ സെപ്റ്റംബർ 7-ാം തീയതിയും ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് എഴുതുന്നതിൻ്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചു വരുന്ന, വിഷ് ചെയ്ത് വരുന്ന, പോസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട്. ഐ വോണ്ട് ഹഗ് മമ്മൂക്ക വൺ ഡേ എന്നുള്ളത്. മറ്റൊരു ആങ്കറിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, എൻ്റെ നാട്ടിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിലാരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ ചുറ്റുമുള്ളതിൽ ആരും മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല. അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷക എന്ന രീതിയിൽ മമ്മൂക്കയുടെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക ഫോർ ബീയിങ് ഇൻ കേരള, ഫോർ ബീയിങ് ഇൻ ദി മലയാളം സിനിമ. കേരളത്തിൽ ജനിച്ചതിൽ, മലയാളി ആയതിൽ ഓരോ മലയാളിയുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട് മമ്മൂക്ക. സോ മമ്മൂക്കയുടെ ഇതുവരെ നമ്മൾ കാണാത്ത പുതിയൊരു ഭാവം, ആ ഒരു പുതിയ മമ്മൂക്കനെ 2 കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് മലയാളി പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മമ്മൂക്ക മൈക്കിനാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ മൈക്ക് മേടിച്ചില്ലെങ്കിലും എന്ന് ആലോചിച്ച് പോയിരുന്നു. താങ്ക് യു ഫോർ ദി കൈൻഡ് വേർഡ്സ്. ഇത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയാണ്. കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു സിനിമ ഇറങ്ങുകയാണ്. ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു. അതിന് കാരണം നിങ്ങൾക്കൊക്കെ അറിയാം. ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന സിനിമകളാണ്, ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷനും. ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലെന്നല്ല. ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. നമുക്കിനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം. ഈ സിനിമയും അങ്ങനെയാണ്. ഇതൊരു പരീക്ഷണ സിനിമ എന്നല്ല ഞാൻ പറയുന്നത്. പരീക്ഷണങ്ങൾ, സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ്. പരീക്ഷണങ്ങളില്ലാത്തൊരു സിനിമ ഇറങ്ങുന്നില്ല ഇവിടെ. 10 കോടിയുടെ ആയാലും ശരി, 100 കോടിയുടെ ആയാലും ശരി, എല്ലാം പരീക്ഷണങ്ങളാണ്. അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ്. വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നുള്ളൂ. ഈ സിനിമയും അങ്ങനെയാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം, എൻ്റെ കഥാപാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം. ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ട് പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോള് പോലീസ് ഉദ്യോഗസ്ഥൻ്റെയാണ്. അതെന്നേക്കാൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പുതുക്കാരന് എന്നെ വിശ്വാസമല്ല, ശരിക്കും ഞാൻ തന്നെയാണോ, നിങ്ങൾ വിനായകനാണോ ഉദ്ദേശിച്ചത്? പറയാതെ ഈ സിനിമയിലെ നായകൻ വിനായകനാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പോസ്റ്ററിൽ വിട്ടിരിക്കുന്നത്. ഈ പോസ്റ്റർ കണ്ടില്ല. വിനായകനാണ് നമ്മുടെ സിനിമയിലെ നായകൻ. ഞാൻ നായകനാണ്, പക്ഷേ പ്രതിനായകനാണ്. ഇത്രയും കാലം എൻ്റെ എല്ലാ സിനിമാ കസർത്തുകളും സ്വീകരിച്ച ഈ പ്രേക്ഷകരെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു കഥാപാത്രം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടത്. എൻ്റെ ആത്മവിശ്വാസത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 45 വർഷമായി നിങ്ങളെ വിശ്വസിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിലനിൽക്കുന്നത്. ഇനി അങ്ങോട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സദസ്സിൽ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഞാൻ സിനിമ തുടങ്ങിയ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ
ജോഷിയും ജൂബിലി ജോയിയും ഒക്കെ ഇതിനകത്തൊരു വലിയ, ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു അവരുടെ സാന്നിധ്യം. കുഞ്ചൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. രാജു, സിബി, സിയാദ്, ഇങ്ങനെ എല്ലാവരും, അമൽ നീരദും അൻവർ റഷീദും രഞ്ജിത്ത് പോയോ ഒക്കെ എൻ്റെ കൺവട്ടത്ത് വന്നവരാണ്. ഞാൻ കണ്ടുപിടിച്ചതല്ല, അവരെൻ്റെ മുമ്പിൽ വന്നതാണ്. ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ വല്ല കൊളംബസ് ഒന്നുമല്ല ഇവരെ കണ്ടുപിടിക്കാൻ, ഇവരിവിടെ തന്നെ ഉണ്ടായിരുന്നവരാണ്. അങ്ങനെ ഒത്തിരി ആളുകൾ സിനിമയിൽ എൻ്റെ ഒരുപാട് എനിക്ക് ബന്ധപ്പെടാൻ, ചുരുങ്ങിയ സമയത്ത് ബന്ധപ്പെടാൻ സാധിച്ച എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമയിൽ എൻ്റെ കൂടെ സാഹചര്യം, ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങൾ കുറവാണ്. ഞാനും വിനായകനും ചേർത്താൽ ജീവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് കുഞ്ഞു റോളിന്, പിന്നെ വേറെ ചെറിയ ചെറിയ റോളിൽ ആൾക്കാരുണ്ട്. കണ്ടാലറിയുന്ന മുഖം അസീസിൻ്റെ മാത്രമാണ്. കുഞ്ചനുണ്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങളും. ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ഇല്ലെന്നല്ല, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞതിന് വരെ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ളൊരു സിനിമ എടുത്താണ്. പക്ഷെ അവരെല്ലാവരും ഈ സിനിമയോട് സഹകരിച്ചു. ഇപ്പം നമുക്കിപ്പോൾ ഇങ്ങോട്ട് വിളിക്കണോ? യെസ്, അതിന് മുന്നേ നമുക്ക് മെയിൽ ആക്ടേഴ്സ് 2 പേരുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം വിളിച്ചാലോ നമുക്ക്? അതെ, മെയിൽ ആക്ടേഴ്സ് 2 പേരാണുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു. അസീസ് ഈ കൂട്ടത്തിൽ വരേണ്ടതാണ് ശരിക്കും. നിങ്ങളുടെ പോരുടെ പൊടി പാൻറ്റൊക്കെയാണ്. എന്നാ പിടിച്ചോ. സ്റ്റേജിൽ വന്നു എന്ത് പറയണം എന്നൊരു ധാരണയില്ല അല്ലേ? എനിക്ക് തോന്നുന്നു ജിബിൻചാന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സിനിമയിലും നമ്മൾ അത്രത്തോളം നോട്ട് ചെയ്യുന്നതാണ്. സിനിമ കഴിയുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ കളങ്കാവലിലെ പെർഫോമൻസ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പറയാൻ എന്തെങ്കിലും മനസ്സിൽ വന്നോ? ഞാൻ എന്താ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീൻ സാറിനോടൊപ്പം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ അന്ന് സാറിൻ്റെ ചുറ്റും അസീസിക്ക, റോണി, ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യേണ്ടപ്പോൾ സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിൻ്റെ കൂടെ ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കൂടെ ഇല്ല, നിറഞ്ഞു നിന്നത് മുഴുവൻ വിനായകൻ്റെ കൂടെയാണ്. എന്തായാലും ഇപ്പൊ സംഭവിച്ചു. ഡൈസീറെ കണ്ടോ ആരെങ്കിലും? പൊളിച്ചിട്ടില്ലേ ഇയാൾ? ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? പോരെ, പൊളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചില ഫലങ്ങൾ, പഴങ്ങളൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ്. അതുപോലെ ഒരാളാണ് ഇയാൾ. ഞാനൊരു പരസ്യചിത്രത്തിൽ അയാളെ കണ്ടത്. ഫോൺ പേ ദുൽഖറും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ് അദേരി എന്ന് പറയുന്ന ഡയറക്ടറുണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത് നീ സാറിന് അയച്ചു കൊടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് അയച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സംഭവം. അപ്പോൾ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു. പിന്നെ അസീസിനെ പറ്റിയൊന്നും പറയാനില്ല. അസീസ് ഇപ്പോൾ വലിയ തിരക്കുള്ള നടനാണ്. പക്ഷേ ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയോട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും എല്ലാവരും അഭിനയിച്ചവർ വന്നിട്ടുണ്ട്. അമ്മ പോയോ? അവിടെ മൂലയ്ക്ക് വിളിച്ചിരിക്കുന്നു. വലിയ നടന്മാരൊക്കെ ഇവിടെ എത്തുമ്പോൾ നീ വലിയ നടനാ, നീ ഇവിടെ പോയി വിളിച്ചിരിക്കണ്ട.
ഇനി എന്താ വേണ്ടേ? നമുക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിന്റെ ഉത്തരം ഓൾറെഡി നമുക്ക് തന്നു. ഈ ടീസർ നമ്മളിപ്പോ കണ്ടപ്പോ അതിലെ വിനായകൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോൾ 2 കളറിലാണ് വന്നത്. വി നായകൻ ടീസറിൽ നമ്മൾ കണ്ടു. അത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു. ഇപ്പൊ മമ്മൂക്ക തന്നെ ഓൾറെഡി അതിലുള്ള ഉത്തരം നമുക്ക് തന്നു. പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്ന മമ്മൂക്ക, ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ പ്രതിനായകൻ അത് തന്നെയാണോ ഉദ്ദേശിച്ചത്? കളർ ഡിഫറൻസ് വി നായകൻ. വി നായകൻ വെച്ചാൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യാൻ. അപ്പോൾ വിനായകനാണ് നായകൻ, അപ്പോഴാണ് വി എടുത്ത് കാണുന്നത്. അങ്ങനെയാണ് നായകൻ എന്നാക്കി കിട്ടുന്ന ചാൻസിലൊക്കെ അല്ലേ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ പേര് വെക്കുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. മൂട്ടി എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ പറ്റില്ല. അപ്പോൾ അതാണ് അങ്ങനെ വിനായകനായതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ഞാൻ ഈ പെണ്ണുങ്ങളെ വിളിക്കാതിരുന്നിട്ട് അവരിങ്ങനെ അക്ഷമരായിരിക്കുന്നൊരു സംശയമുണ്ട്. നീ പറയാം, വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കട്ടെ. ഓഫ് കോഴ്സ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മമ്മൂക്ക. ഇപ്പൊ നമ്മൾ വി നായകൻ എന്ന് പറഞ്ഞതുപോലെ 30 വർഷത്തോളം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ എക്സെൻട്രിക് ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയടുപ്പിക്കുന്ന അഭിനേതാവ് തന്നെയാണ്. മമ്മൂക്കയുടെ പെർമിഷനോട് കൂടി അല്ല, നായകനെ ലാസ്റ്റല്ലേ വിളിക്കുന്നത്. ശരി, അവർ സമ്മതിക്കുന്നില്ല. വാ വിനായക. മികച്ച കൈഡി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, the one performer who we always get mesmerized about, Vinayagan on the floor. ഒരു മൈക്ക് കൂടെ തന്നാ ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇനി ഉണ്ടാവില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ, ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ഭാഗ്യമുള്ളവനായ വിനായകൻ. സന്തോഷം. രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ? ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും. ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോഴും. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാളും നല്ലതാണ്. ശരിക്കും കാണാഞ്ഞിട്ടാണ് അല്ലേ? ഇനി എന്താ, നായകൻ വന്നു. ഇനി ആരാണ് ബാക്കിയുള്ളത്? നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നായികമാർ. മമ്മൂക്ക, shall we proceed to welcome? Okay, so തുടക്കത്തില് അത്രത്തോളം ത്രില്ലിംഗ് എൻട്രി നമുക്ക് തന്ന I don't know the count, 21, 22, 23, 24 എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു നിമിഷം വരെയും നമ്മുടെ ഫ്രണ്ട് റോല് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പേരറിയാമെങ്കിൽ വിളിച്ചോളൂ എല്ലാവരും. സ്റ്റേജിൽ കയറിയപ്പോൾ മുതൽ നിർത്താതെ പണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം കൺവേയിങ് മൈ സിൻസിയർ അപ്പോളജീസ്. എല്ലാവരുടെയും പേര് അത്രത്തോളം ഫെമിലിയർ അല്ലാത്തത് കൊണ്ടായിട്ട് റിസ്ക് ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഇനി നമ്മളെന്തായാലും സ്ക്രീനിൽ നിങ്ങളെ കണ്ട് ഞെട്ടാനായിട്ട് പോവാണല്ലോ. അപ്പോൾ ഇപ്പോഴേ സ്റ്റേജിൽ വന്ന് നമ്മളെ ഞെട്ടിക്കാനായിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്തു. Come on everyone, with a big round of applause, let's wholeheartedly welcome the actresses in Kalangaval on the screen. നമ്മുടെ ഡയറക്ടർ ജിതിൻ സർ പറഞ്ഞിരുന്നു കൗണ്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും, അതുകൊണ്ട് കൗണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട് ടു ഗെസ് ദ നമ്പർ ഓഫ് ഹീറോയിൻസ് ഇൻ കളങ്കാവൽ. സോ അവരെല്ലാവരും ദാ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഒരു വലിയ അനൗൺസ്മെന്റ് തന്നെയായിരുന്നു ഇത്. ഞാൻ ഈ മൈക്ക് ഇവരെ കൊടുക്കാം, അവർ തന്നെ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തും. താങ്ക് യു സോ മച്ച്. ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. മൈ നെയിം ഇസ് അബി സുഹാന. നമസ്കാരം, എൻ്റെ പേര് നിസ. എൻ്റെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ബാക്കിലിരിക്കുന്നവരാണ്. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, മുൻ മാപ്രയായിരുന്നു. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കണ്ണൂർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും എല്ലാവരെയും പോലെയും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.
எல்லாருக்கும் வணக்கம். மம்முட்டி சார், ரொம்ப சந்தோஷம். நான் தமிழ்நாட்டோட சார்பா வந்திருக்கேன். ஏன்னா இங்க ரிலீஸ் பண்ண சாங்ஸ் எல்லாமே தமிழ் சாங்ஸா இருக்கும் போது எனக்கு இன்னுமே ரொம்ப சந்தோஷமா இருந்தது. நான் சென்னை பொண்ணு. என்னோட பேர் திரிவேதா. நான் சென்னையில ஆர்ஜேவா இருக்கேன், படங்கள் பண்ணியிருக்கேன். ஆனா மம்முட்டி சாரோட நடிக்கிறது எனக்கு ரொம்ப சந்தோஷமான விஷயம். மலையாள சூப்பர் ஸ்டாரோட நடிச்சிருக்கோம் அப்படின்றதுல இதுல ஒரு சின்ன ரோலா இருந்தாலும் நான் ரொம்ப சந்தோஷமா அவங்க கூட ஸ்கிரீன் பிரசன்ஸ்ல அவங்க கூட இருந்திருக்கேன் அப்படின்றதுல ரொம்ப സന്തോഷം. താങ്ക്യൂ സർ. നമസ്കാരം. എൻ്റെ പേര് സ്മിത. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഇത് 4ാമത്തെ മൂവിയാണ്. എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണിത്. മമ്മൂക്ക കമ്പനി, താങ്ക്സ് മമ്മൂക്ക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗായത്രി അരുൺ. മമ്മൂക്കയുടെ കൂടെ 1 എന്ന മൂവിയിൽ ഒരു 5 വർഷം മുമ്പ് അതിനുശേഷം ഞാൻ കൊടുത്ത എല്ലാ ഇൻ്റർവ്യൂവിലും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുമായിട്ടുള്ള എക്സ്പീരിയൻസ്. എനിക്ക് ആ സിനിമയിൽ ആകെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ കുറച്ച് കൂടുതൽ സീനുകൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇനിയുള്ള ഇൻ്റർവ്യൂവിൽ പറയാൻ കുറച്ചുകൂടെ വിശേഷങ്ങളുണ്ടാവും. താങ്ക് യു ജിതിൻ, ജിഷ്ണു ആൻഡ് മമ്മൂട്ടി കമ്പനി ഈ ഒരു മൂവിയിലേക്ക് ക്ഷണിച്ചതിന് താങ്ക് യു സോ മച്ച്. നമസ്കാരം. എൻ്റെ പേര് അനുപമ. ആദ്യമായിട്ട് നന്ദിയാണ് പറയാനുള്ളത്. ജിതിൻ ചേട്ടൻ, ജിഷ്ണു ചേട്ടൻ, മമ്മൂക്ക, എല്ലാവരോടും ഒരുപാട് നന്ദിയാണ്. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഇത് 2ാമത്തെ മൂവിയാണ് ചെയ്യുന്നത്. ഡൊമിനിക്കിൽ മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ടായിട്ടായിരുന്നു ഫസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കളങ്കാവൽ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് റോളൊന്ന് മാറി. അടുത്ത മൂവിയിൽ ചെറുതായിട്ട് ഭാര്യയായിട്ടോ അനിയത്തിയായിട്ടോ ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. താങ്ക് യു സോ മച്ച്. കളങ്കാവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും പോയി കാണുക. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ജിതിൻ, ജിഷ്ണു, മമ്മൂക്ക, മമ്മൂട്ടി കമ്പനി ഈ ഒരു സിനിമയിൽ ഫോർ ഗിവിങ് മീ എ റോൾ. ഇറ്റ് ഈസ് വെരി വെരി എക്സൈറ്റിംഗ്. ഇത് എൻ്റെ ആദ്യത്തെ സിനിമയാണ് മമ്മൂക്കയുടെ കൂടെ. സോ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. ഈ സിനിമ കാണാൻ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞങ്ങൾക്ക് പോലും അറിയില്ല എന്താണ് ഈ ഫുൾ കഥ എന്നുള്ളത്. സോ വെരി എക്സൈറ്റഡ് ആൻഡ് താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിന്ധു വർമ്മ. വളരെ സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് ബാലതാരമായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ മമ്മൂക്കയോടൊപ്പം അർത്ഥം എന്ന മൂവിയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് ഞാൻ പറയുമായിരുന്നു വലുതാകുമ്പോൾ മമ്മൂക്കയുടെ നായികയാവണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്തായാലും അത് മാനിഫെസ്റ്റായി. ഇത്രയും നായികമാരിൽ ഒരു നായികയാവാൻ സാധിച്ചു. എൻ്റെ അമ്മായിയച്ഛനെ ഈ സമയത്ത് ഞാൻ സ്മരിക്കുകയാണ്, വേറൊന്നുമല്ല. അദ്ദേഹം ജഗന്നാഥ വർമ്മ, ആക്ടർ ജഗന്നാഥ വർമ്മ. അദ്ദേഹം എപ്പോഴും മമ്മൂക്കയുടെ എല്ലാ പടത്തിലും, ജോഷിയങ്ങളുടെ പടത്തിൽ അച്ഛനില്ലാത്ത പടങ്ങൾ ചുരുക്കമാണെന്ന് തോന്നുന്നു. അപ്പോൾ പറയാറുണ്ട് മമ്മൂക്ക എന്ന ആ ഒരു മനുഷ്യനെ നടനെന്നല്ല ഉപരി ഇങ്ങറ്റം ചായ കൊണ്ടുവരുന്ന ആൾ മുതൽ ഫുൾ ക്രൂവിനോട് എങ്ങനെ പെരുമാറണം, നമ്മളത് കണ്ടുപഠിക്കണം. ഇതെല്ലാം ഫാമിലിയിൽ എപ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരുന്നു. എന്തായാലും മമ്മൂക്കയുടെ ഇത് എൻ്റെ 6ാമത്തെ ഫിലിമാണ്. ഒരുപാട് സന്തോഷമാണ്. ടീം എന്നെ ഇതിന് വിളിച്ച എല്ലാവർക്കും ഞാനൊരു ബിഗ് താങ്ക്സ് പറയുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതൊരു വലിയൊരു വിജയമായി തീരട്ടെ. താങ്ക് യു. നമസ്കാരം. ഞാൻ വൈഷ്ണവി സായ്കുമാർ. എന്നെ ഇവിടെ ഒരുപാട് പേര് ഫിലിംസിൻ്റെ എണ്ണം പറയുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അത് മമ്മൂട്ടി സാറിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാളവിക. ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എ ഡൈ ഹാർട്ട് ഫാൻ ഓഫ് മമ്മൂക്ക ഒരു തവണ കൂടെ നിർത്തരുത്, പക്ഷേ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ജിതേട്ടാ ആൻഡ് മമ്മൂട്ടി കമ്പനി. ഇതെൻ്റെ 2nd മൂവിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ചെയ്യാൻ പറ്റില്ല. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മോഹനപ്രിയ. ഐ എം ഫ്രം ചെന്നൈ. This is my 2nd movie in Malayalam. I've done a very small role in Manjumal Boys before. Though all of us have done a very small portion in this, I think it's very special for all of us. My heartfelt thanks to Jishnu, Jitin and Ashik. Thank you, Mammootty sir. I'm looking forward. அனைவருக்கும் வணக்கம். நான் சிதி ஃபாத்திமா.
இது என்னோட மம்முக்கா கம்பெனியில் செகண்ட் ஃபில்ம். ஃபர்ஸ்ட் ஃபில்மும் குட்டி ரோலாக இருந்தாலும் ஐம் ஹாப்பி டு ஒர்க் வித் மம்முக்கா. அண்ட் செகண்ட் ஃபில்மும் அவங்க கூட நான் பண்ணதில் ரொம்ப சந்தோஷமாக இருக்கேன். அண்ட் தேங்க்யூ சப்போர்ட்டர்ஸ். எனக்கு இந்த ரோல் கொடுத்ததுக்கு ஜித்தின் அண்ட் ஏடி ஆஷிக் எல்லாருக்குமே ரொம்ப நன்றி. வணக்கம். നമസ്കാരം, എൻ്റെ പേര് സീമ. ആദ്യമേ തന്നെ ഭയങ്കര സന്തോഷം, പിന്നെ ഒരുപാട് പേരോട് നന്ദി ഈ സിനിമയുടെ ഭാഗമാക്കിയതിന്. അപ്പോൾ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഒരു കറുത്ത ഉണ്ണിയുണ്ട്. അപ്പോൾ പണ്ട് എല്ലാവരും പറയും ഇത് സർജറി ചെയ്ത് കളയണം. അപ്പം ഞാൻ പറയും ഇല്ല, എനിക്കും മമ്മൂക്കയ്ക്കും മാത്രമേ ആ സാധനം ഉള്ളൂ. അന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അദ്ദേഹത്തിനെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ കണ്ടു, അഭിനയിച്ചു, ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങളെപ്പോലെ ഞങ്ങളും വെയിറ്റിംഗ് ആണ് December 5th. കാരണം ഞങ്ങൾക്കും വലിയ പിടിയൊന്നും ഇല്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കബനി. ഞാൻ മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. നിസാം ബഷീർ സാറിൻ്റെ റോഷാക്ക് എന്ന മൂവിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. രണ്ടാമതും ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിലും അപ്പുറത്ത് വിനായകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ദിയ. സാറിൻ്റെ കൂടെയുള്ളൊരു സീനാണ്. നമസ്കാരം, എൻ്റെ പേര് അമൃത. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഇത് 3ാമത്തെ പടമാണ് ഭാഗമാവുന്നത്. December 5 വേണ്ടി വെയിറ്റിംഗ് ആണ്. താങ്ക് യു. எல்லாருக்கும் வணக்கம். என் பேர் முல்லையரசி. நான் ராம்நாட்லேருந்து வரேன். அமுகா கம்பெனி இது எனக்கு செகண்ட் ஃபிலிம். கண்ணூர் ஸ்குவாடில் வனஜாவா என்னை பார்த்துருப்பீங்க. ஸோ தேங்க்யூ ஸோ மச் இந்த வாய்ப்பு எனக்கு கொடுத்ததுக்கு. எனக்கு மலையாளம் குறைச்சி அறியும், பட் சம்சாரிக்க அறியில்ல. இதுவும் தப்பு தான் நினைக்கிறேன். அண்ட் தேங்க்யூ ஸோ மச். தேங்க்யூ சார். தேங்க்யூ ஸோ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കാത്രിൻ മരിയ. മമ്മൂക്ക സാറിൻ്റെ കൂടെയും മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഇത് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ കണ്ണൂർ സ്ക്വാഡാണ്. കണ്ണൂർ സ്ക്വാഡിൽ ടിക്കിരി വില്ലേജിൽ നടക്കുന്ന ഫൈറ്റിനകത്ത് മമ്മൂക്കയ്ക്ക് നേരെ ഒരു വാളുമായി ചാടി വരുന്ന ഒരു ഉത്തർപ്രദേശുകാരിയായിട്ടായിരുന്നു എൻ്റെ തുടക്കം. അവിടെ നിന്ന് ഇപ്പോൾ മമ്മൂക്കയുടെ നായികമാരിൽ ഒരാളായി ഇവിടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പോൾ December 5 കളംകാവൽ ഒരുപാട് പേരുടെ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ്. വലിയ വിജയം തന്നെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇവിടെയുള്ള എല്ലാവർക്കും ഐ ഗെസ് മമ്മൂക്കയായിട്ട് ഒരു സിനിമയോ 2 സിനിമയോ അങ്ങനെ എന്തൊക്കെയാണ്. ഐ തിങ്ക് എനിക്ക് മാത്രം ഐ ഗെസ് 1.5 ഉള്ളൂ. രേഖാ ചിത്രത്തിൽ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ വാസ് ഡൺ ബൈ AI. ആൻഡ് ദെൻ ഐ തിങ്ക് ഐ എം ലക്കി ദാറ്റ് എനിക്ക് കലംകാവലും മമ്മൂക്കയുടെ കൂടെ മാത്രം അഭിനയിക്കാൻ കിട്ടി. താങ്ക് യു സോ മച്ച് ജതിൻ ഫോർ ദിസ്. എൻ്റെ ലൈഫിലത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് അത് കാണുന്നു ദാറ്റ് ഐ ഗോട്ട് ടു ഷെയർ മൈ സ്ക്രീൻ വിത്ത് മമ്മൂക്ക. താങ്ക് യു മമ്മൂക്ക. നമസ്കാരം, എൻ്റെ പേര് ബിൻസി. എൻ്റെ മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ്, മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. എല്ലാവരോടും താങ്ക് യു. മമ്മൂക്കയോടും മമ്മൂട്ടി കമ്പനിയോടും ജിഷ്ണുവിനോടും ജിതിനോടും പിന്നെ ആഷിഖിനോടും വലിയൊരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ധന്യ. മമ്മൂക്കയുടെ കൂടെ സെക്കൻഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ വരുമ്പം തൊട്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. ഈ സ്റ്റെപ്പ്, ഈ ഒരു ഓഡിയൻസും ടീസർ കാണുന്നതും ഈ നമ്മൾ ആദ്യമേ പരസ്പരം കാണുന്നത് നമ്മൾ തമ്മിൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് 5th വേണ്ടി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓരോരുത്തരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എവ്രിബഡി ഈസ് ലിവിങ് ദർ ഫാൻ ഗേൾ മൊമെൻ്റ് അല്ലേ. എല്ലാവരുടെയും വാക്കിൽ ആ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും തന്നെയാണ് അറിയുന്നത്. സോ വാക്കുകൾ കേട്ട സ്ഥിതിക്ക് ഐ തിങ്ക് വി ക്യാൻ ഹാവ് എ ഗ്രൂപ്പ് പിക്ചർ. സോ പ്രോബബ്ലി ടു ചെറിഷ് ഫോർ എ ലൈഫ് ടൈം. മമ്മൂക്ക നമ്മുടെ ആക്ട്രസിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് പിക്ചർ എടുക്കാനായിട്ട് മമ്മൂക്കിനെ ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു. മമ്മൂക്ക സെൻറ്ററിൽ നിൽക്കണോ? So much. And may I request everyone to once again have a big round of applause to our lovely heroines. എല്ലാവർക്കും വേണ്ടി നല്ലൊരു കൈ. Thank you. Thanks a lot, Anika, for joining us. സിനിമയുടെ ആർട്ട് ഡയറക്ടറാ. ഒന്നും പറ്റിയിട്ടില്ല, ചുമ്മാ ആൾക്കാർ കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടാ.
ക്യാരക്ടർ. നമ്മുടെ ആ റോൾ അഭിനയിച്ചൊരു പയ്യനുണ്ടല്ലോ, അഭിജിത്ത് കോസ്റ്റ്യൂമർ. പടത്തിൻ്റെ കോസ്റ്റ്യൂമറാണ്, എൻ്റെയും കോസ്റ്റ്യൂമറാണ്. മറ്റേ ഡിസൈനറുണ്ട്. ടൈറ്റിൽ ഇവൻ്റെ ആണ്. ആഷിഫ്. അടുത്ത ആളിവിടെ. നീ ആരാ? മറ്റേ ഡിസൈനറുടെ ഡിസൈനർ. സ്റ്റിൽ നീ എത്ര മുട്ടയടിച്ചിട്ടാണോ മനസ്സിലാണ്? ഇവിടെ മെയിൻ ക്യാമറമാനെ വിളിച്ചിട്ടില്ല ഞാൻ നിന്നെ. സ്റ്റില്ല് ക്യാമറ അവിടെ പോയി. അതെങ്ങനെ ഒരു തൊപ്പിയൊക്കെ വെച്ച് അവിടെ ചായന്ന് ഉറങ്ങുള്ളൂ. എന്നെയൊക്കെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ദുഷ്ടനായിട്ട് ഇങ്ങേര് നല്ല സ്റ്റൈലാക്കി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നല്ല ടെക്നീഷ്യന്മാരായിരുന്നു എല്ലാവരും. ബോസേ എല്ലാവരും ഇപ്പോഴത്തെ മെയിൻ ഡയറക്ടറാണ്. ഈ പുള്ളിയുടെ അസിസ്റ്റൻ്റാണ് നമ്മുടെ ഡയറക്ടർ. ഒരേ ഇതിക്കുള്ളിൽ എന്ത് വേണം? എഡിറ്റർ പ്രവീൺ. ഞാനുണ്ട്. പ്രൊഡക്ഷൻ മാനേജർ മോഹൻ. മോഹൻ തിരുവനന്തപുരമാണ്. സുനിൽ ഇവനിവിടെ. ആഷിഖ് അസിസ്റ്റന്റ് ഡയറക്ടർ. എടാ നിന്നേക്ക് ഇത് ഇവനാണ് ലേഡീസ് കാസ്റ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. ഞാൻ പറഞ്ഞിട്ട് എത്ര ആൾക്കാരെ നമ്മൾ അറിഞ്ഞത്. ചെല്ലി ഞാൻ അടുത്ത പടത്തിന് നോക്കാം. മേക്കപ്പ് ആണ് ഇവിടെ പോയാ താല്പര്യമില്ല. ഒരു മറ്റേ ആ റോൾ അഭിനയിച്ച ആളോടെ പോയി. നന്നായിരുന്നു കേട്ടോ. ഞാൻ സന്തോഷ്. സാറിൻ്റെ കൂടെ ഒരു 10 കൊല്ലം മുമ്പ് ഒരു സൈലൻസ് എന്ന സിനിമയിൽ അഭിനയിച്ചു. അന്ന് ഞാൻ പാലക്കാട് സൗത്ത് ചെയ്യായിരുന്നു. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം റിട്ടയർ ചെയ്ത് 2023 റിട്ടയർ ചെയ്തു. DSP ആയിരുന്നു. താങ്ക്സ് അലോട്ട് സർ. സുശീൽ ഒരു ദുശീലില്ലാത്ത ഒരാളാണ്. പേരിൽ തന്നെ സുശീലന. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കളറിങ്ങാ? കളറിസ്റ്റ്. നല്ല കളറില്ലേ പടത്തിന്? നാലാമത്തെ പടമാണ്. മമ്മൂട്ടി കമ്പനിയുടെ 3 പടം ഉണ്ടായി. പ്ലസ് ഭ്രമയുഗം. ഭ്രമയുഗം നമ്മുടെ പടമല്ല, ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. കുഴപ്പമില്ല, ഞങ്ങൾ ഏറ്റെടുത്തു. പറയുന്ന പോലെ ഇനിയത്തെ അടുത്ത തലമുറയായി കാണുന്നത്. പിന്നെ ട്രെയിലറൊക്കെ കട്ട് ചെയ്ത് ഷാമിൽ. ബാബാ, നമ്മുടെ മെയിൻ ആക്ടേഴ്സ് കുറച്ച് പേരുണ്ട്. ബാബാ പേര് പറഞ്ഞാൽ
അഖിലയ്യപ്പൻ എന്നാണ് പേര്. മമ്മൂട്ടി കമ്പനിയിലെ പർച്ചേസിങ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടി സാറിനെ കാണാൻ പറ്റിയതും പിന്നെ വർക്ക് ചെയ്യാൻ പറ്റിയതും വളരെ സന്തോഷമുണ്ട്. കൈ വരച്ചിട്ട് വയ്യ, വേറെ ഒന്നുമില്ല, ഭയങ്കര സന്തോഷം. ചെറുപ്പം മുതൽ കാണുന്നതാണ് ഇങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ കയറിയിരുന്ന്. പിന്നെ ജോർജ് ചേട്ടനാണ് എനിക്കിത് അവസരം ഒപ്പിച്ചെന്നൊക്കെ. അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് CSK എന്ന് പറഞ്ഞ കൊച്ചു ടീമിൽ. അപ്പോൾ അതിൽ ഉണ്ട്. ഹായ്, എൻ്റെ പേര് ശങ്കർ. എക്സൈറ്റഡ് ആണ് ഇതിലൊരു ഭാഗമാവാൻ പറ്റിയ ജിഷ്ണു സാറിൻ്റെ അടുത്തും ജിത്തിൻ്റെ അടുത്തും ഒരുപാട് നന്ദി. നമുക്ക് താങ്ക്സ്. എൻ്റെ പേര് ചന്ദ്രപ്രസാദ്, തൃശ്ശൂരാണ് സ്വദേശം. ഞാൻ സാറിൻ്റെ പ്രാഞ്ചേട്ടൻ സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ കുറേ ഇടിയൊക്കെ കിട്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട്. അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇത്ര അടുത്ത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഹായ്, എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ ജോർജേട്ടൻ്റെ പുറകിടന്ന് ആഷിക്കേട്ടൻ പറിച്ചിട്ടാണ് വിളിച്ചത്. ബോസേട്ടാ താങ്ക് യു. ജിഷ്ണു ചേട്ടാ, ജിതിൻ ചേട്ടാ താങ്ക് യു. എൻ്റെ പേര് ഹരിശങ്കർ. അതിനകത്ത് ചെറിയൊരു വേഷം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. താങ്ക് യു ബോസങ്കിൾ, ജിഷ്ണു ചേട്ടാ, ജിബിൻ ചേട്ടാ, ജിതിൻ ചേട്ടാ, താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ദേവ് ജി ദേവൻ. ജോർജ് ഏട്ടനാണ് ഈ സിനിമയിലേക്ക് എത്തിച്ചത്. മമ്മൂക്ക, ഞാൻ TA റസാക്കിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു 2 വർഷം ലാസ്റ്റത്തെ. പിന്നെ ചക്കരുമ്മ സാജൻ സാറിൻ്റെയും അസോസിയേറ്റ് ആയിരുന്നു. ഡയറക്ഷൻ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. ജോർജ് ഏട്ടനാണ് ഇവിടെ എത്തിച്ചത്. താങ്ക് യു. ഒരു കാര്യം പറയാൻ പറ്റുമോ? എനിക്ക് ജിഷ്ണു ചേട്ടനും ജിതിൻ ചേട്ടനുമാണ് ചാൻസ് ഇതിലേക്ക് തന്നത്. ഏറ്റവും വലിയ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്ദിയില്ലാത്തവനെന്ന് വിളിക്കാതിരിക്കാൻ വേണ്ട കേട്ടോ. നമസ്കാരം, എൻ്റെ പേര് ബിജേഷ് ഉദ്ധവ് എന്നാണ്. ജോർജ് ചേട്ടൻ തന്നെയാണ് എന്നെയും ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ഫീമെയിൽ കാസ്റ്റിംഗ് ചെയ്തു എന്ന് സാറ് പറഞ്ഞ ആഷിക്ക് കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പടത്തിലേക്ക് എത്തിയത്. ഇനി ആരാ? ഒരാളെ കൂടെ കാണാനുണ്ടല്ലോ. RJ സൂരജ് ഇവിടെ വന്നിട്ടുണ്ട്. RJ സൂരജ് ഖത്തറിലാണ്. ഖത്തറിൽ 3 റേഡിയോ സ്വന്തമായിട്ടുണ്ട്. എന്നിട്ട് അത് പോരാഞ്ഞിട്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നത്. അല്ല, ഇന്ന് ഇപ്പോൾ ഞാനിങ്ങനെ വളരെയധികം എക്സൈറ്റ്മെൻറ്റോടെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സാധ്യത തേടിയതിനേക്കാളും കൂടുതൽ ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിക്കുമോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുകയായിരുന്നു. താങ്ക് യു ജിതിൻ ചേട്ടാ. വലിയൊരു സന്തോഷം. കാരണം ഇന്ന് ഈ ഒരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സമുദ്രക്ക് സ്പെഷ്യലി ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കൂട്ടി വന്നതാണ്. അപ്പോൾ ഭയങ്കരമായ സന്തോഷം ഇന്ന് ഈ ഒരു പരിപാടിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. ആൻഡ് ഈ ഒരു മൂവിയുടെ ഓവർസീസ് നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇന്ന് പൊട്ടിയിട്ടുള്ളത്. അത് വേറെ ലെവലിലേക്ക് പോട്ടെ. മമ്മൂക്ക താങ്ക് യു. ചെറിയൊരു റോള് ചെയ്യാൻ പറ്റി. അതിൽ ആദ്യത്തെ സിനിമയിൽ ആദ്യം ഒരു തല കാണിച്ചപ്പോഴും മമ്മൂക്കയായിരുന്നു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഓരോന്നിലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സന്തോഷം. താങ്ക് യു. ജോർജിനെ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കാതൽ സംഘം 2 പേരുണ്ട്, 3 പേരുണ്ട്. ദേവദത്ത് ഷാജിയുണ്ട്, ഡോക്ടർ റോണിയുണ്ട്. ചുമ്മാ ഒന്ന് കയറി ഇറങ്ങിപ്പോ. രജിഷ രഞ്ജനി 2 പേര് വന്നിട്ടില്ല. അവരിവിടെ പോയി. അവർക്ക് 2 പേർക്കും നമ്മൾ താങ്ക് യു പറയുന്നു. ഹലോ, താൻ ഭയങ്കര അഭിനയമാണല്ലോ ഇപ്പോൾ. ഒന്നുമില്ല, ഇവിടെ വരാൻ പറ്റിയത് വളരെ സന്തോഷം. വിളിക്കുമെന്ന് വിളിച്ചാലും ഇല്ലേലും ഒക്കെ അഭിനയിക്കുവാണ് ഇനി. അല്ല, ഒന്നുമല്ല, നമ്മുടെ ഒരു ഫാമിലിയാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് വരുന്ന സിനിമകളൊക്കെ പറഞ്ഞാൽ ഇതിവിടെ ഉണ്ടാവേണ്ടത് പ്രേക്ഷകരുടെയും കൂടെ നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത്രേ ഉള്ളൂ പറയാം. എല്ലാ ആശംസകളും എല്ലാവർക്കും. താങ്ക് യു മമ്മൂക്ക. പറഞ്ഞ ജിയോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫാമിലി എന്നുള്ളൊരു സിനിമയാണ് കളങ്കാവൽ. എനിക്കും കാതൽ കൂടാതെ ടർബോ എന്ന് പറയുന്ന സിനിമയിലും ഭാഗവാൻ സാധിച്ചു മമ്മൂട്ടി കമ്പനിയുടെ. ഒപ്പം 2 സിനിമകൾ. എന്തായാലും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എൻ്റെയും ഒരു എന്താ പറയുക, ഒരു ഡ്രീം മൊമെൻ്റ് തന്നെയാണ് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത്. അപ്പോൾ എല്ലാ മമ്മൂട്ടി കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സിനും ജോർജ് ചേട്ടനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
കളങ്കാവലൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. പറയൂല. താങ്ക് യു മമ്മൂക്ക. ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചെറിയൊരു പോർഷൻ അതിന് ഭാഗമായിട്ടുണ്ട്. താങ്ക് യു. നമ്മുടെ ഒരു റോളും കൂടെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു മമ്മൂക്ക. നമ്മുടെ കമ്പനിയിലെ പടമാണ്. താങ്ക് യു. എനിക്ക് ഇതിൽ എന്നോട് ആദ്യം പറഞ്ഞൊരു നാടകക്കാരനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിരുന്നത് ആദ്യം ഇതിൽ. അപ്പം ഞാൻ ഒരാളെ കൊടുത്തു, അവർ തന്നെ അഭിനയിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഞാനിങ്ങനെ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു പാസിംഗ് ഷോട്ട് അവസാനം കിട്ടി. താങ്ക് യു. വേദിയിലേക്ക് ക്ഷണിച്ചതിനും കളങ്കാവൽ ഏറ്റവും വലിയൊരു വിജയമാവട്ടെ. പ്രത്യേകിച്ച് വേദിയിൽ മമ്മൂക്കയും സദസ്സിൽ അമൽ നീരദ് സാറൊക്കെ ഉള്ള ഇങ്ങനൊരു ഫംഗ്ഷന് നിൽക്കാൻ പറ്റിയതിൻ്റെ വലിയ സന്തോഷം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ജിതിൻ. നമസ്കാരം. വേറൊന്നുമല്ല, മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും എക്സ്പെൻസീവായ സിനിമ കണ്ണൂർ സ്ക്വാഡായിരുന്നു. അപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ഇറങ്ങുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനും മസീസും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ലൊരു വിരുന്ന് മമ്മൂക്ക തരികയാണ്. ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ്, ദുബായിൽ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് മസീസിനും മമ്മൂക്ക ബിരിയാണി വിളമ്പി തരുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ പല ആൾക്കാരും പല തോതിലുള്ള, ഞാൻ കാണാത്ത പല തോതിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ഫിഗ്, പല സാധനങ്ങൾ. അപ്പോൾ ഞാൻ മസീസൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ മമ്മൂക്ക മാത്രം കുറച്ച് കഴിക്കുന്നുള്ളൂ. മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ എവിടെ ഉണ്ടാവും? നമ്മുടെ മമ്മൂക്ക എറണാകുളത്ത് ഉണ്ടാവും, മറ്റന്നാൾ പടം റിലീസാണല്ലോ, നീ നാളെ വീട്ടിൽ എൻ്റെ ഒപ്പം ഉണ്ടാവണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, മറ്റന്നാൾ പടം റിലീസായിട്ട് ഒരു മഹാഭാഗ്യമല്ലേ, മമ്മൂക്കോടൊപ്പം നൈറ്റ് സ്പെൻഡ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചു. മറ്റന്നാൾ പടം റിലീസായി കഴിഞ്ഞിട്ട് റിപ്പോർട്ടൊന്നും പക്ഷേ നിന്നെ പുറത്തു വിടുള്ളൂ. എന്താ മമ്മൂക്ക, അല്ല നിന്നെ അവിടെ നിന്ന് വെട്ടി കണ്ടിച്ച് തുണ്ടായിട്ട് സ്വിമ്മിംഗ് പൂൾ വഴി ഞാൻ നിന്നെ ഒഴുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കത് കായലല്ലേ, അതേ കായലിൽ നിന്നെ ആവശ്യമില്ലല്ലോ. അത്രയും എക്സ്പെൻസീവ് ഉള്ള സിനിമയാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 28 അങ്ങനെ എനിക്ക് 2ാമത്തെ ആയുസ് നൽകി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ബാക്കി എല്ലാ സ്റ്റാഫിനും എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തിട്ട് എല്ലാ ഗംഭീര സിനിമകൾക്കും, നൻപകൽ നേരത്തെ മയക്കം, റൊഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, ബാക്കിയുള്ള സിനിമകൾക്കെല്ലാം ഇത് കൊടുമൺ പോറ്റിയും അല്ലെന്നുണ്ടെങ്കിൽ ഭാസ്കർ പട്ടേലറൊന്നും അല്ല അതിൻ്റെ മുകളിലുള്ളൊരു സാധനം. അതല്ല ചുമ്മാ ടീസർ, ഇതാണ് ട്രെയിലർ. അപ്പോൾ ഇത് പരിപാടി ഫുൾ ആൻഡ് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചാണ് ജിതിൻ, ജിഷ്ണു, സുഹൃത്തായി ഫൈസൽ, മുജീബ്, പ്രവീൺ, അതുപോലെ തന്നെ നല്ലൊരു ടെക്നിക്കൽ ടീം കൂടി മമ്മൂട്ടി കമ്പനി എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു സസ്പെൻസ് ഉണ്ടായിരുന്നു, നമുക്ക് പൊട്ടിച്ചു. അപ്പോൾ ഈ പടം ഒരു ഗംഭീര വിജയം. പലർക്കും പണത്തിനോട് ആർത്തി ഉണ്ടാവും, അതുപോലെ തന്നെ ഭക്ഷണത്തിനോട് ആർത്തി ഉണ്ടാവും. പക്ഷെ അഭിനയത്തിനോട് ആർത്തിയുള്ള ഈ വ്യക്തി ഇനി മുമ്പോട്ട് തന്നെ പോകും. ഓക്കെ. ഇനി 1-2 പേര് കൂടെ ഉണ്ട് ഈ പടത്തിൻ്റെ വളരെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ ഗവാസ്കർ, ഓവർസീസ് പ്രൊഡ്യൂസറല്ല ഇവിടെ ഉണ്ടായിരുന്നു, ഓവർസീസ് ഇവിടെ ആരോഹം വന്നുപോയി. ഇനി വിളിക്കണം. ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ കൈപൊക്കിയാൽ വിളിക്കാം. ഞാൻ കാണുന്നവരെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. നീ 2 വാക്ക് പറയുന്നു. കൃഷ്ണൻ ഇവിടെ? കൃഷ്ണൻ നേരത്തെ വന്ന് പോയതാണല്ലോ. അപ്പോൾ ഒന്നുകൂടെ പോരും, കുഴപ്പമൊന്നുമില്ല. സ്പെഷ്യലായിട്ട് കൃഷ്ണൻ അമ്മയായിട്ട് വന്നേക്കണം. അതെ അതെ. ഒരു ഫോട്ടോ എടുത്തേ. പിന്നെ ആരും കയറുണ്ടോ? അന്ന റഫി ഉണ്ടോ? നമ്മുടെ ലിറിക്സ് വീഡിയോ ഒക്കെ ചെയ്തത്. എന്നാ റാഫി സംസാരിക്കുന്നു ചുമ്മാ?
ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്റ്റേജ് മേലേക്ക് വിളിക്കുന്നത്. ഈ ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു ജിതിൻ സർ, മമ്മൂക്ക, ആഷിഖ്, സുനിൽ ചേട്ടൻ, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഓക്കെ, ഇനി ഭക്ഷണം കഴിച്ച് വരിക. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. സോ കളങ്കാവൽ സിനിമ നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ ഡിസംബർ 5-ാം തീയതി റിലീസിന് ഒരുങ്ങുകയാണ്. ഈ ഒരു പ്രീ റിലീസ് ടീസർ ലോഞ്ചിലൂടെ നമ്മുടെ എക്സൈറ്റ്മെന്റ്, ക്യൂരിയോസിറ്റി ഡബിൾ, ട്രിപ്പിൾ, 10 times, 100 times. സോ ആ എക്സൈറ്റ്മെന്റ് ഫുൾ ഉൾക്കൊണ്ട് തന്നെ നമുക്ക് സിനിമ തിയേറ്ററിൽ കാണാം. ഡിസംബർ 5-ാം തീയതി കളങ്കാവൽ റിലീസിന് ഒരുങ്ങുകയാണ്. ലെറ്റ്സ് വാച്ച് കളങ്കാവൽ ഓൺ സ്ക്രീൻ. നടന വിസ്മയം സ്ക്രീനിൽ കണ്ട് നമുക്ക് കോരിത്തരിക്കാം. സോ താങ്ക് യു സോ മച്ച്. എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുന്നു. എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ തന്നെ നന്ദി അറിയിക്കുന്നു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കളങ്കാവൽ is hitting on screen on December 5th and let's all watch it on the screen. Thank you so much for your valuable presence. Have a very, very thrilling night ahead. Thank you so much, everybody.